വിവാഹത്തെക്കുറിച്ചുള്ള ആധുനിക കാഴ്ചപ്പാട് എന്താണ്? അതുപോലെ തന്നെ ബൈബിളിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ആധുനിക കാഴ്ചപ്പാടുകളെ കണ്ണടച്ച് വിടാനായിട്ട് സാധിക്കില്ല, അതിനെ പരിഗണിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന മനുഷ്യർ ചിന്തിക്കുന്നതും അവർ ചെയ്യുന്നതുമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ നമ്മളുടെ ചിന്താഗതികളെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റേതായ പല ചോദ്യങ്ങളും ആശങ്കകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ലോകം മുന്നോട്ട് വയ്ക്കുന്ന വിവാഹത്തെക്കുറിച്ചുള്ള ചിന്താഗതികൾ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ചിന്താഗതികളാണ് പലതും. ഒരു 25 വർഷം മുമ്പ് ഇല്ലാത്ത ആശയങ്ങൾ ഇന്ന് നമുക്ക് ലോകത്തിൽ കാണാം. അതിനിയും മാറും. മാറ്റങ്ങളിൽ നിന്ന് മാറ്റങ്ങളിലേക്ക് ആണ് മനുഷ്യ സമൂഹം എപ്പോഴും യാത്ര ചെയ്യുന്നത്. അതൊരു തെറ്റായ കാര്യമല്ല, മാറ്റങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഈ മാറ്റങ്ങളുടെ കൂട്ടത്തിൽ മാറ്റാൻ അനുവാദമില്ലാത്ത ചില കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രശ്നം. ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങളെക്കുറിച്ച്, ആകാശവും ഭൂമിയും കടന്നു പോയാലും കടന്നു പോകാത്ത തിരുവെഴുത്തുകളെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. വിവാഹം സ്ഥാപിച്ച ദൈവം മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ മനസ്സിൻ്റെ വെളിപ്പെടുത്തലുകളാണ് വിവാഹത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും കൽപ്പനകളും ഒക്കെ. അവയുടെ ആ അന്തസത്തയെ മാറ്റിക്കളയുന്ന ഒരു ഫിലോസഫീസും ഒരാശയങ്ങളും ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ദൈവത്തിൻ്റെ ഹിതമാണ് ആത്യന്തികമായി നമുക്ക് നന്മ നൽകുന്ന പരിപാടി. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നുള്ളതാണല്ലോ. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വഴിയെ യാത്ര ചെയ്താൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ എങ്ങനെയുള്ള ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്? അത് തന്നെ ആദ്യത്തെ ഒരു ചോദ്യമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്താഗ്രഹിക്കുന്നു? നമുക്ക് ലഭിച്ച ഈ ജീവിതം 70-80 വർഷം, ചിലപ്പോൾ അത്രയൊന്നും പോകില്ലായിരിക്കും. ഈ ജീവിതം കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? കുറച്ച് നാൾ സന്തോഷിക്കണമെന്നാണോ? അതെയോ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പ്രയോജനകരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നാണോ? ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അത് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും കരിയറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളെക്കുറിച്ച് ചിന്തിച്ചാലും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലേ പിന്നെ അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച്, ചില കാര്യങ്ങൾ എന്തുകൊണ്ട് നമുക്ക് വേണ്ട, ചില കാര്യങ്ങൾ എന്തുകൊണ്ട് വേണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് പോകണം, ദൈവരാജ്യത്തിന് എൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചുവോ അത് തന്നെ സംഭവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെ ആവശ്യം വരുന്നത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ ഒത്തിരി തരത്തിലുള്ള അഭിപ്രായങ്ങൾ, ചിന്താഗതികളുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ അടുത്തിടയ്ക്ക് ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിളിൽ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വളരെ പാണ്ഡിത്യവും അറിവൊക്കെയുള്ള 2 ആളുകളാണ്, കേറി യോർഡാനിസ് ആൻഡ് സീൻ ലോർ. ഇവർ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജിയുടെ പ്രൊഫസേഴ്സാണ്. ഭാര്യാഭർത്താക്കന്മാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ നടത്തിയ ഒരു വലിയ റിസർച്ചിൻ്റെ ഫൈൻഡിങ്സാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ആ റിസർച്ചിൽ അവർ കുടുംബ ബന്ധങ്ങളിലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ചിന്താഗതിയെക്കുറിച്ച്, ഈ ഇൻഡിവിജ്വാലിറ്റി, ഒരു വ്യക്തിയുടെ ഫ്രീഡം, ഒരു വ്യക്തിയുടെ തനിമ നിലനിർത്തുക എന്ന ഒരു ആശയമൊക്കെ അവരിങ്ങനെ അവതരിപ്പിച്ച് വരുമ്പം അദ്ദേഹം പറയുന്നത്, ഈ ഇൻഡിവിജ്വലിസ്റ്റിക്കലി ചിന്തിക്കുന്ന ചിന്താഗതിയുള്ള ആളുകൾ കുടുംബജീവിതം നയിക്കുമ്പോൾ അവർക്ക് ഒത്തിരി ഫ്രീഡം ഉണ്ട്. അവർക്ക് അവരുടെ തനിമ നിലനിർത്താൻ, അവരുടെ ഐഡൻറ്റിറ്റി നിലനിർത്താനായിട്ട് സാധിക്കും. അവരതിനു വേണ്ടി അവർക്ക് അവനവൻ്റെ ഇൻകം അവരവരുടെ പേഴ്സണൽ അക്കൗണ്ട് സൂക്ഷിക്കുന്നു. അതിനെക്കുറിച്ച് പങ്കാളി അറിയണമെന്നില്ല, പങ്കാളിയുമായിട്ട് അതിനെ പങ്കുവെക്കണമെന്നില്ല.
അതുപോലെ അവർക്ക് സെപ്പറേറ്റ് ഫാമിലി നെയിംസ് സ്വീകരിക്കാം. വിവാഹം കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഭർത്താവിൻ്റെ പേര് നമ്മുടെ പിതാവിൻ്റെ പേരിന് പകരം സഹോദരിമാർ സ്വീകരിക്കും. അങ്ങനെ വേണമെന്നില്ല. പിന്നെ എന്താണ്, ഇതൊരു പെർമനൻറ്റ് റിലേഷൻഷിപ്പ് ആവണമെന്നില്ല എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. സോ ഇൻഡിപെൻഡൻസ്, പേഴ്സണൽ ഫ്രീഡം ആൻഡ് യുണീക്ക് ഐഡൻറ്റിറ്റി that is separate from their spouse. So this would be important for fulfilling individual goals and needs while in the relationship. ഈ ഒരു ഇൻഡിവിജ്വാലിറ്റി നിലനിർത്തുമ്പോഴാണ് പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ്, പേഴ്സണൽ ഗോൾസ് ആൻഡ് നീഡ്സ് അത് മീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഇനി എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് ഒരു ഗുണവും കൂടി ഉണ്ടെന്ന് അവർ പറയുന്നു. ബട്ട് ഇറ്റ് ഓൾസോ മേക്സ് ഇറ്റ് ഈസിയർ ടു ലീവ് ദാറ്റ് റിലേഷൻഷിപ്പ് ഇഫ് ആൻഡ് വെൻ ഡിസൈഡ്. എപ്പോൾ വേണമെങ്കിലും എനിക്കിത് വേണ്ട എന്ന് തോന്നിയാൽ ഇറങ്ങിപ്പോകാനും എളുപ്പമാണ് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി സൂക്ഷിച്ചാൽ എന്നാണ് ഇവരുടെ പഠനത്തിലൂടെ അവതരിപ്പിക്കുന്ന ഒരു വിഷയം. ഇവരുടെ പഠനത്തിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നീട് വഴിയെ പറയാം. അപ്പോൾ ഇത് ഒരു കാഴ്ചപ്പാടാണ്. ഇനി വിവാഹത്തെക്കുറിച്ചുള്ള മറ്റൊരു കാഴ്ചപ്പാട്, ജോർജ് എലീറ്റ് എന്ന് പറയുന്ന പേരിൽ ഇംഗ്ലീഷ് സാഹിത്യം ഒക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മേരി ആൻ ഇവാൻസ്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട് മാരേജിനെ കുറിച്ച് എന്താണ്: വാട്ട് ഗ്രേറ്റർ തിങ്സ് ഈസ് ദെയർ ഫോർ ടു ഹ്യൂമൻ സോൾസ് വെൻ ടു ഫീൽ ദാറ്റ് ദേ ആർ ജോയിൻഡ് ഫോർ ലൈഫ്, ടു സ്ട്രെങ്തൻ ഈച്ച് അതർ ഇൻ ഓൾ ലേബർ, ടു റെസ്റ്റ് ഓൺ ഈച്ച് അതർ ഇൻ ഓൾ സോറോ, ടു മിനിസ്റ്റർ ടു ഈച്ച് അതർ ഇൻ സൈലൻറ്റ് അൺസ്പീക്കബിൾ മെമ്മറീസ് അറ്റ് ദ മൊമെൻറ്റ് ഓഫ് ദ ലാസ്റ്റ് പാർട്ടിങ്. ഇത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് വിവാഹം കഴിക്കാൻ തോന്നും. എന്ന് പറഞ്ഞാൽ വിവാഹത്തെക്കുറിച്ചുള്ള എത്ര മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. രണ്ട് മനുഷ്യ ഹൃദയങ്ങൾ, രണ്ട് മനുഷ്യാത്മാക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരു ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ചേർക്കപ്പെടുന്നു. എന്തിനാണ്? ടു സ്ട്രെങ്തൻ ഈച്ച് അതർ, ടു റെസ്റ്റ് ഓൺ ഈച്ച് അതർ, പിന്നെ ടു മിനിസ്റ്റർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്ന ആ ഒരു പാരസ്പര്യത്തിൻ്റെ, ഒരു കൂട്ടായ്മയുടെ, പരസ്പരം വളർത്തുന്നതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ കാണുന്നു. കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കാഴ്ചപ്പാട് രൂപപ്പെടുത്തി കൊണ്ടുവരുന്ന ആശയങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട്, ഇപ്പോൾ നമ്മൾ ജോർജ് എലീറ്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാട് ഇദ്ദേഹത്തിന് ലഭിച്ചത് എവിടെ നിന്നാണ്? അതൊരു ചോദ്യമാണ്. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിന് അടിസ്ഥാനമായി കിടക്കുന്ന ചില ആശയങ്ങളുണ്ട്, ചില തത്വങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തുന്നത് എവിടെ നിന്നാണ്? പിന്നെ സാർ ആവർത്തിച്ച് പറഞ്ഞു, വി ഹാവ് എ സോഴ്സ്, ഒരു പേഴ്സൺ, ഒരു റെഫറൻസ് പോയിൻ്റ് ഉണ്ട്. എന്താണ് റെഫറൽ പോയിൻ്റ്? ദൈവമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച, വിവാഹത്തെ സ്ഥാപിച്ച സ്വർഗത്തിലെ ദൈവം ആണ് നമ്മുടെ ഒരു റെഫറൽ പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം അറിയാനായിട്ട്, സത്യം അറിയാനായിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവവും ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന കാഴ്ചപ്പാടുകളാണ് നമുക്ക് ഏത് കാലത്തും ആവശ്യം. അതിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന ആശയങ്ങളെ നമ്മൾ ഇതിനെ തെറ്റ് എന്ന് വിളിക്കാൻ നമ്മളെപ്പോഴും തെറ്റ് എന്ന് പറയുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങളെ നമുക്കിത് പ്രയോജനകരമല്ല എന്ന് മനസ്സിലാക്കി അതിനെ മാറ്റിവെക്കാനായിട്ട് നമ്മൾ മടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ എഴുതി, ഈ ലോകത്തോട് അനുരൂപരാകരുത്, അല്ലേ? അങ്ങനെ എഴുതി. ഡു നോട്ട് ബി കൺഫേം ടു ദ പാറ്റേൺസ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ പാറ്റേൺസിനോട് അനുരൂപരാകരുത്. നമുക്ക് എളുപ്പം ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്താനാണ്. ഒരു സമൂഹം മുഴുവനും പോകുന്ന വഴിക്ക് പോകാനാണ് നമുക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം, ബിക്കോസ് അവിടെ നമുക്ക് ടെൻഷനില്ല. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും ഹോമോസെക്ഷുവാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്കതെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിനകത്ത് പകുതി ആളുകൾ അനുകൂലമാണ്, പകുതി ആളുകൾ പ്രതികൂലമാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇപ്പോൾ കലാലയങ്ങളിലായിക്കോട്ടെ, തൊഴിൽ സ്ഥലങ്ങളിലായിക്കോട്ടെ, നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന സനാതനമായ മൂല്യങ്ങളെ, എന്നേക്കും നിലനിൽക്കേണ്ട മൂല്യങ്ങൾക്കെതിരെ സംസാരിക്കുകയും എതിരെ പ്രചാരണങ്ങൾ നടത്തുകയും അതിന് സെലിബ്രിറ്റികളെ കൊണ്ട് അഭിപ്രായം പറയിക്കുകയും അതിനെ വൈറലാക്കി ആളുകളുടെ ജീവിതത്തിലേക്ക് ഈ ആശയങ്ങൾ കടത്തിവിടുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കിന്ന് ആദ്യമേ പരിശോധിക്കാനുള്ളത് ഈ വിവാഹത്തെക്കുറിച്ചുള്ള ആധുനിക കാഴ്ചപ്പാട്
ആ കാഴ്ചപ്പാടുകളുടെ ഒരു പൂർണ്ണരൂപവും നമുക്ക് ചിന്തിക്കാനായിട്ട് സമയമില്ല. എങ്കിലും അതിനകത്ത് പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയ ഒരു 4-5 കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കിതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചർച്ചകൾ ചെയ്യാം, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം, നമുക്കങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ കാഴ്ചപ്പാട്, വിവാഹം ഒരു ഇവല്യൂഷണറി പ്രക്രിയയുടെ റിസൾട്ടാണ്. പരിണാമത്തിൻ്റെ ഫലമായിട്ടുണ്ടായി വന്ന ഒരു കാര്യമാണ് ഈ വിവാഹം എന്ന് പറയുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് മാറ്റങ്ങളാണ്, അതുപോലെ ഓരോ സമയത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് സംസ്കാരങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് ഒക്കെ വന്ന ഒരു കാര്യമാണ് വിവാഹം എന്നാണ്. രണ്ടാമത്തെ ഒരു ആശയം, വിവാഹം അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല, വിവാഹം കഴിച്ചില്ലെങ്കിലും നമുക്ക് സന്തോഷമായിട്ടൊക്കെ ജീവിക്കാം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ്. മൂന്നാമത്തേത്, ഈ വിവാഹം എന്ന ഈ ഏർപ്പാട് മനുഷ്യൻ്റെ ഈ ഇൻഡിവിജ്വാലിറ്റിയെ തകർക്കുന്ന കാര്യമാണ്, സ്വാതന്ത്ര്യമില്ലാതെയാക്കുന്ന കാര്യമാണ് എന്നുള്ള ഒരു ചിന്താഗതി. നാലാമത്തേത്, ഒരു ഇൻഡിവിജ്വൽ ഫുൾഫിൽമെൻറ്റ് ഈ വിവാഹത്തിലൂടെ നടക്കില്ല. എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ലക്ഷ്യങ്ങളും എൻ്റെ താല്പര്യങ്ങളും ഒക്കെ ബലി കഴിച്ചെങ്കിലേ എനിക്കൊരു കുടുംബമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കൂ എന്ന ഒരു ചിന്താഗതി. അഞ്ചാമത്, ഇതൊരു ഇറ്റേണൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ബന്ധമല്ല, ഒരു പെർമനൻ്റ് റിലേഷൻഷിപ്പ് അല്ല, ഇതൊരു താൽക്കാലികമായിട്ടുള്ള അറേഞ്ച്മെൻ്റാണ്, ഒരു എന്താ പറയുന്നത്, ഒരു ഏർപ്പാടാണ്. എപ്പോൾ വേണമെങ്കിലും ഇതിനകത്ത് പുറത്തേക്ക് പോകാം എന്നുള്ളൊരു കാഴ്ചപ്പാട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ലോകത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകൾ എന്ന് പറയാം. നമുക്ക് ഈ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കാം. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഇവല്യൂഷണറി ഐഡിയ. സോ മാരേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അറേഞ്ച്മെൻറ്റ് മെയ്ഡ് ബൈ മാൻ ഇൻ ദ പ്രോസസ് ഓഫ് ഇവല്യൂഷൻ ഓഫ് കൾച്ചർ ഡ്രിവൺ ബൈ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് സോഷ്യൽ സ്റ്റേറ്റസ്. അപ്പോൾ ഇവർ പറയും എല്ലാം പരിണമിച്ചാണ് ഉണ്ടായെന്നുള്ളതാണ് ഇവരുടെ അടിസ്ഥാനമായ പ്രമാണം. ഏത് കാര്യമാണെങ്കിലും അത് പരിണാമത്തിലൂടെ രൂപം മാറ്റം വന്ന് ഇന്നത്തെ അവസ്ഥയിലായതാണെന്നാണല്ലോ പരിണാമവാദികൾ പറയുന്നത്. മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണേലും അത് ഏത് കാര്യത്തെക്കുറിച്ചാണേലും അങ്ങനെയാണ് ഇവർ പറയുന്നത്. ലാംഗ്വേജിനെ കുറിച്ചാണേലും അതെ, അതുപോലെ വിവാഹത്തെക്കുറിച്ചും ഒക്കെ അത് തന്നെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇക്കണോമിക് സ്റ്റെബിലിറ്റിയാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട ബന്ധമായിരുന്നു ബേസിക്കലി എന്ന് ഇവർ പറയും. അപ്പോൾ അതിന് കുറേ ഉദാഹരണങ്ങളൊക്കെ പറയും. പണ്ട് ഗോത്രങ്ങൾ തമ്മിലുണ്ടായിരുന്ന യുദ്ധങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് 2 ഗോത്രങ്ങൾ തമ്മിൽ സമാധാനമാകാനായിട്ട് എന്ത് മാർഗം എന്ന് ചോദിച്ചാൽ ഈ ഗോത്രത്തിൻ്റെ മൂപ്പൻ്റെ മകൻ അപ്പുറത്തെ ഗോത്രത്തിലെ മൂപ്പൻ്റെ മകളെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതോടുകൂടി ആ 2 ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹം അവസാനിക്കുന്നു. ഇപ്പോൾ നമുക്ക് ബൈബിളിലും കാണാം അല്ലേ. ബൈബിളിൽ എങ്ങനെയാണ്, ശലോമോൻ മിസ്രയീം രാജാവിൻ്റെ ഫറവോയുടെ പുത്രിയെ വിവാഹം കഴിച്ചു. ഒരു ശത്രു ഇല്ലാതെയായോ? മിസ്രയീംകാർ പിന്നെ യുദ്ധത്തിന് വരില്ലല്ലോ. അപ്പോൾ ശലോമോൻ ഒറ്റ യുദ്ധവും ചെയ്തിട്ട് വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ആരോട് യുദ്ധം ചെയ്യാനാ? എല്ലാം ബന്ധുക്കളാ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ അറേഞ്ച്മെൻ്റാണ് ഇത്. സമൂഹത്തിൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, ഒരു ഇക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കി വെച്ച കുറേ പരിപാടികൾ എന്ന നിലയിലാണ്. അതുപോലെ സോഷ്യൽ സ്റ്റേറ്റസ്. ഇപ്പം അദാനിയുടെ മോൻ കല്യാണം കഴിച്ചു, അംബാനിയുടെ അല്ലേ കല്യാണം കഴിച്ചു. എന്തിനാണ്? അത് എവിടെ? ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് ഗംഭീരമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്ത് കോടികൾ 1500 കോടി ഏതാണ്ട് മുടക്കി ഈ കാര്യങ്ങളൊക്കെ നടത്തി. എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റേറ്റസാണ്. അപ്പോൾ ഇതൊരു ഇംഗ്ലണ്ടിലെ രാജകുമാരന്മാരുടെ വിവാഹങ്ങളെക്കുറിച്ച് പറയും. അപ്പോൾ ഓരോ കുടുംബങ്ങൾക്കും അവരുടെ ആ സ്റ്റേറ്റസ് നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ പല പരിപാടികളൊക്കെ അവർ കണ്ടുപിടിച്ചു. അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. സോ മോഡേൺ മാരേജ് ഹസ് ഇവോൾവ്ഡ് ഫ്രം എ പ്രാഗ്മാറ്റിക് അറേഞ്ച്മെൻറ്റ് ടു എ റൊമാൻറ്റിക് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഇന്ന് ഈ ആളുകൾ ഇതിനെ കാണുന്നത് ഇതൊരു പ്രായോഗികമായ ഒരു ക്രമീകരണമാണ്. പ്രായോഗികമായ ക്രമീകരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വേണം, എനിക്ക് ആരെയെങ്കിലും പ്രേമിക്കണം, എനിക്ക് ആരെയെങ്കിലും സ്നേഹിക്കണം, എനിക്ക് ഇങ്ങോട്ട് കുറച്ച് സ്നേഹമൊക്കെ വേണം, എനിക്ക് അങ്ങോട്ടും കുറച്ച് സ്നേഹം കൊടുക്കണം. അതിനെന്ത് ചെയ്യും? അതിനെനിക്കൊരാൾ വേണം. അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റിന് വേണ്ടിയാണ്. ഇപ്പോൾ പല ഷോർട്സും റീൽസും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം എന്താണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്ക് സ്നേഹിക്കാൻ എനിക്ക് ഒരാൾ ഇങ്ങനെ ഇൻറ്റിമസി വേണം, കൂട്ട് വേണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആൻസേഴ്സൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. കേൾക്കുമ്പോൾ വളരെ രസമാണ്. എന്തിനാണ് ഈ സ്നേഹം അല്ലെങ്കിൽ റൊമാൻറ്റിക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഈ റൊമാൻസിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്?
സാഹിത്യമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, കാൽപ്പനികത എന്ന് പറയുന്ന ഒരു ആശയം അതിനകത്തുണ്ട് അല്ലേ. അപ്പോൾ റൊമാൻസ് എന്ന് പറഞ്ഞാൽ ഇത് യാഥാർത്ഥ്യവുമായിട്ട് പലപ്പോഴും ബന്ധപ്പെടാത്ത കാര്യമാണ്. ഭാവനകളുടെ ലോകത്തിൽ, സ്വപ്നങ്ങളുടെ ലോകത്തിൽ ഇങ്ങനെ പോകുന്ന, ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഈ റൊമാൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ. അങ്ങനെ ഈ റൊമാൻറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഈ അഫെയറിലേക്കൊക്കെ ചെന്നുപെടുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആകാശത്തോടെ മേഘങ്ങൾക്കിടയിലൂടെ മഴനൂലുകൾ കെട്ടി ഊഞ്ഞാലുണ്ടാക്കി അതിലിരുന്ന് ഊഞ്ഞാലാടുന്നതും, അതുപോലെ ഇങ്ങനെ സ്വിറ്റ്സർലൻഡിലേക്ക് ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് പോകുന്നതും, അതുപോലെ ഒരുമിച്ചിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നതും, ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല രസകരമായ സ്വപ്നങ്ങളാണ്. പക്ഷേ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നടക്കുകയൊന്നുമില്ല, ഇത്രയും പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, റൊമാൻസ് മാത്രമെന്ന് പറയുന്ന ഒരു പരിപാടി ലക്ഷ്യം വെച്ച് പോകുന്ന ബന്ധങ്ങൾക്ക് ഒരു 3 വർഷത്തിൽ കൂടുതൽ ആയുസ് കാണാറില്ല എന്നാണ്. സൈക്കോളജിക്കലി പറഞ്ഞാൽ ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ റൊമാൻസ് പയ്യെ അങ്ങ് കുറയും. കാരണം നമ്മുടെ തലച്ചോറിലെ ഈ ഹോർമോൺസ്, ഈ ഓക്സിറ്റോക്സിനും സെറട്ടോണിനും ഇതുപോലുള്ള കുറച്ച് ഹോർമോൺസ് വർക്ക് ചെയ്തിട്ടാണ് ഈ റൊമാൻസ് ഉണ്ടാകുന്നത്. ആ റൊമാൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളും സംസാരങ്ങളും ഒക്കെ അങ്ങ് കുറയും. ഇപ്പോൾ അഫെയറായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും വാട്സാപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ചാറ്റിങ്, അതുപോലെയുള്ള പരിപാടികൾ, ഓരോ ചെറിയ കാര്യങ്ങളും അങ്ങോട്ടും കൂടി സംസാരിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ പങ്കുവെക്കുന്നു. പക്ഷേ വിവാഹം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും സംസാരിക്കാൻ നേരം കിട്ടുന്നില്ല. വിവാഹം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്തിരിക്കാൻ നേരം കിട്ടുന്നില്ല. എന്ത് പറ്റുന്നു? പയ്യെ റൊമാൻസ് കുറഞ്ഞു, യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുവാണ്. ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യം സ്വപ്നം കണ്ടതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയായി, നിരാശയായി, ഫ്രസ്ട്രേഷനായി, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളായി, അതോടുകൂടിയ പരിപാടി തീരുകയാണ്, അവിടെ തീരുക. അപ്പോൾ അതാണ് ഈ പുതിയ കാലഘട്ടത്തിലെ ഒരു പ്രശ്നം. ഇത് ഒരു താൽക്കാലികമായിട്ടുള്ള എൻ്റെ റൊമാൻറ്റിക് നീഡിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. സോ റിലേഷൻഷിപ്പ് റൂൾസ് ആൻഡ് ജെൻഡർ റോൾസ് ആർ ഡിഫൈൻഡ് ഡിഫറെൻ്റ്ലി ആൻഡ് സബ്ജക്റ്റഡ് ടു ചേഞ്ച് ഇൻ ദ പ്രോഗ്രസ് ഓഫ് ടൈം ആൻഡ് ഇറ്റ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. അപ്പോൾ നമ്മൾ ഈ ജെൻഡർ റോൾസ്, അതുപോലെ തന്നെ ബന്ധങ്ങളുടെ നിയമങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ കാലാകാലങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ബന്ധങ്ങളുടെ നിയമങ്ങളൊക്കെ ഇപ്പോൾ മാറിയില്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റില്ലാത്തിരുന്നൊരു കാലം. അങ്ങനെ അപ്പുറത്തേക്കൊരു ചിന്ത ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ വരാതിരുന്ന ഒരു കാലഘട്ടം വേണേൽ ഉണ്ടായിരുന്നു പറയാം. വിവാഹം എന്ന് പറഞ്ഞാൽ ആരാ ചെറുക്കൻ ആരാ പെണ്ണ്, ഇത്ര ചോദ്യമുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ മാരേജിനെ കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടുകളെ കുറിച്ച് നമ്മൾ ഗൂഗിൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വരുന്ന സൈറ്റുകളിൽ പലതിനകത്തും പിക്ചേഴ്സ് ഉണ്ട്. ഈ പിക്ചേഴ്സ് ഒരാണും പെണ്ണും തമ്മിൽ ഇങ്ങനെ വിവാഹ ഡ്രസ്സൊക്കെ അണിഞ്ഞ് നിൽക്കുന്നു. തൊട്ടടുത്ത പടം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും തമ്മിൽ വിവാഹ വേഷമൊക്കെ ധരിച്ചിരിക്കുന്നു, അപ്പുറത്ത് ഒരു ആണും തമ്മിൽ ഒരു വിവാഹ വേഷമൊക്കെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സമൂഹത്തിൽ ഇന്ന് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ഡെഫിനിഷൻസിന് തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. പെണ്ണും ആണും തമ്മിൽ വേണമെന്നില്ല. ആണും തമ്മിലാവാം, ആണും പെണ്ണും തമ്മിലാവാം, സാറ് പറഞ്ഞ പോലെ പശുവായിട്ടാവാം, പട്ടിയായിട്ടാവാം, എന്തുമായിട്ട് വേണേലും ആരാണ്ട് അവനവനെ തന്നെ വിവാഹം കഴിക്കുന്ന പരിപാടിയിലേക്കും ഞാൻ എന്നെ തന്നെ വിവാഹം കഴിക്കാം, അങ്ങനെയും വരാം. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയും ഇത് സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളുടെ പരിണാമത്തിൻ്റെ ഫലമാണ്. ഇനിയും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു മാറ്റപ്രക്രിയയുടെ ഭാഗമായിട്ട്, സംസ്കാരങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട്, സാമൂഹികമായ കാരണങ്ങൾ കൊണ്ട് ആണ് വിവാഹം രൂപപ്പെട്ടത്, വിവാഹത്തിൻ്റെ നിയമങ്ങൾ രൂപപ്പെട്ടത്, വിവാഹത്തിലൂടെ ഉള്ള നമ്മൾ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ഡെഫിനിഷൻസ് ഉണ്ടായത്, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയും. രണ്ടാമത്തത് ഇത് അത്യാവശ്യമല്ല എന്നുള്ളതാണ്. ഒരു കോട്ട് ഇങ്ങനെയാണ്: മാരേജസ് നോ ലോങ്ങർ മേക്ക് എനി സെൻസ് ഫോർ പ്രസൻറ്റ് ജനറേഷൻ. എനിത്തിങ് എ പേഴ്സൺ നീഡ്സ് ഫ്രം മാരേജ് കുഡ് ബി ഒബ്റ്റെയിൻഡ് വിതൗട്ട് മാരേജ് ആസ് വെൽ. വിവാഹം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? വിവാഹത്തിലൂടെ എനിക്ക് ലഭിക്കുന്നതെല്ലാം വിവാഹം കൂടാതെയും ലഭിക്കുമല്ലോ, പിന്നെ എന്തിനാണ്? വെൻ മിൽക്ക് ഈസ് ചീപ്ലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് വൈ ഷുഡ് ഐ ഹാവ് എ കൗ എന്ന് പണ്ടൊരു അച്ഛൻ ചോദിച്ച പോലെ. അച്ഛനോട് ചോദിച്ചാൽ എന്താ അച്ഛാ കല്യാണം കഴിക്കാത്തതെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഉത്തരം ഇതാണ്, ഞാൻ എന്നെ വിശദീകരിക്കുന്നില്ല, പണ്ഡിതന്മാർ. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ പാല് വാങ്ങിക്കാൻ കിട്ടും, പിന്നെ എന്തിനാണ് ഞാൻ പശുവിനെ വളർത്തുന്നത് കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ വിവാഹത്തിലൂടെ എനിക്ക് എന്ത് കിട്ടും? വിവാഹത്തിലൂടെ എനിക്ക് കിട്ടുന്നതെല്ലാം എനിക്ക് പുറത്ത് കിട്ടും. ഇപ്പം എൻ്റെ ഭാര്യ എനിക്ക് രാവിലെ ആഹാരം ഉണ്ടാക്കി തരുന്നു.
3 നേരം അല്ലെങ്കിൽ 4 നേരം ആഹാരം ഉണ്ടാക്കി തരുന്നു. എന്തിനാ? ഈ സൊമാറ്റോയുടെയോ അല്ലെങ്കിൽ മറ്റേതിൻ്റെ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ എൻ്റെ ആഹാരം വീട്ടിൽ വരില്ലേ? കാശ് കയ്യിലുണ്ടെങ്കിൽ. എനിക്കെന്തിനാ ഭാര്യയുടെ ആവശ്യം ഭക്ഷണം ഉണ്ടാക്കി തരാൻ? അല്ലെങ്കിൽ ഒരു സെർവൻറ്റിനെ നിർത്തിയാൽ പോരെ? ആ ആവശ്യം നടന്നോ? സെക്ഷുവൽ നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് എന്തിനാ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്? ലോകത്തിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളില്ലേ, ആളുകളില്ലേ? മക്കളുണ്ടാവണമെങ്കിൽ വിവാഹം വേണോ? ഇതൊക്കെ ഇന്നത്തെ സമൂഹം ചോദിച്ച് നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ വിവാഹം എന്ന് പറയുന്നത് ഇത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ, ഇത്രമാത്രം അത്യാവശ്യമായ ഒരു കാര്യമാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഹാരം കഴിക്കുന്നതാണോ, സെക്സാണോ? അതിലിവർ പറയും ഹാപ്പിനെസ്, സന്തോഷമാണ് നമുക്ക് വേണ്ടത്. മനുഷ്യൻ തന്നെ ഒരു ഹിഡോണിസ്റ്റാണ്. സന്തോഷത്തിൻ്റെ പുറകെ പായുന്ന ഒരു മനസ്സാണ് മനുഷ്യനുള്ളത്. ഒരു സന്തോഷം കഴിഞ്ഞാൽ അടുത്ത സന്തോഷത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ പായുന്ന മനസ്സുള്ള മനുഷ്യന് സന്തോഷത്തിനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വിവാഹം കഴിക്കണോ? അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ പലപ്പോഴും ഇതിൻ്റെ ഒരു വശം മാത്രമേ പറയുള്ളൂ. പിന്നീട് പറയുന്നുണ്ട്. ഇപ്പം ബെന്നിസാറും പറഞ്ഞപ്പോൾ ഈ ജോൺ മണി എന്ന് പറയുന്ന ഡോക്ടറുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ആ 2 ഇരട്ടക്കുട്ടികളിൽ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേപ്പർ വായിച്ചാൽ ഇതിൻ്റെ വലിയ എന്താ പറയുന്നത്, അതിൻ്റെ ഗ്രേറ്റ്നെസ് അല്ലേ, ഒരു മനുഷ്യൻ അവൻ്റെ നർച്ചറാണ്, അവനെ വളർത്തിക്കൊണ്ട് വരുന്ന രീതി അനുസരിച്ച് അവനെ ആര് വേണമെങ്കിലും ആക്കിയെടുക്കാം എന്ന് പറയുന്ന ആ തിയറിക്ക് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ വലിയ സംഭാവന ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒത്തിരി ആൾക്കാർ പല കാര്യം ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ പ്രാക്ടിക്കലി സംഭവിച്ചത് എന്താ? പ്രായോഗികമായിട്ട് സംഭവിച്ചത് എന്താണ്? അതുകൊണ്ടുണ്ടായ നന്മ എന്താണ്? അതുകൊണ്ടുണ്ടായ ദോഷം എന്താണ്? ഈ ദോഷങ്ങളെക്കുറിച്ച് ആരും മിണ്ടില്ല. ഇപ്പോൾ ട്രാൻസ്ജെൻഡറിസം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ നന്മകളെക്കുറിച്ച് എല്ലാവരും ഭയങ്കരമായിട്ട് പറയും. എൻ്റെ ഇൻഡിവിജ്വൽ ഫ്രീഡം, ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയും. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ എന്തോരമാണ്? ഈ ട്രാൻസ്ജെൻഡറുകൾ എന്ന് പറയുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ എന്തുകൊണ്ടാണ് ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ പോലും ആത്മഹത്യകൾ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഇതൊന്നും ആരും വെളിച്ചത്ത് പറയാറില്ല. കാരണം അതറിഞ്ഞാൽ ആരും ഈ പണിക്ക് പോവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പൊക്കി കാണിക്കുന്ന എന്താണ്? ഈ 3rd ജെൻഡർ ആണെങ്കിൽ ജോലിക്ക് റിസർവേഷൻ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ എന്താണ്? നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളൊരു വഴിയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ ആരുടെയും നിയന്ത്രണത്തിലോ സമൂഹത്തിൻ്റെ കെട്ടിനകത്തോ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി മോഡേൺ എന്ന് പറയുന്ന ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടാണ് ആളുകൾ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ പാശ്ചാത്യ സമൂഹത്തിൽ ഇതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇപ്പോൾ സ്പോർട്സ് മേഖലയിൽ തന്നെ. കാരണം ട്രാൻസ്ജെൻഡർ, ഞാൻ ഒരു പുരുഷ ശരീരമുള്ള ആളാണെങ്കിൽ എനിക്ക് സ്ത്രീകൾ ഓടുന്ന ഓട്ടത്തിൽ അവരുടെ കൂടെ മത്സരിക്കാവുന്ന രീതിയിലായി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ യഥാർത്ഥ സ്ത്രീകളെന്ന് പറയുന്നവർക്ക് ഒരു മെഡൽ പോലും കിട്ടാത്ത അവസ്ഥയായി. ഉസൈൻ ബോൾട്ട് വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ മത്സരിക്കാനായിട്ട് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് സ്ത്രീയാണെന്ന് തോന്നി എന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ മത്സരിക്കാൻ വന്ന വേറെ ആരെങ്കിലും മത്സരിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ ഒരാൾ രാവിലെ വിചിത്രമായ ഒത്തിരി കേസുകൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഒരു കക്ഷിനെ അദ്ദേഹം 2 സ്ത്രീകളെ റേപ്പ് ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിസ്താരത്തിന് കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലോ, ചില ദിവസങ്ങളും ആഴ്ചകളൊക്കെ എടുക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പുരുഷ ശരീരത്തിൽ കുടുങ്ങിപ്പോയ ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാസ്തവത്തിലൊരു സ്ത്രീയാണ്, പുരുഷ ശരീരത്തിൽ കുടുങ്ങിപ്പോയി എന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വക്കീൽ വാദിച്ചു, എൻ്റെ കക്ഷി ഒരു സ്ത്രീയാണ്, ഈ സ്ത്രീയായിട്ടുള്ള എൻ്റെ കക്ഷി 2 സ്ത്രീകളെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത്? ഇദ്ദേഹം ഒരു സ്ത്രീയാണ്. ഇനി കോടതി പറഞ്ഞു അതൊക്കെ കയ്യിലിരിക്കട്ടെ, ഇദ്ദേഹം പുരുഷനാണെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ കുഴപ്പം, ഇദ്ദേഹത്തെ ഏത് ജയിലിലേക്ക് വിടും? വനിതകളുടെ ജയിലിലേക്ക് വിടുമോ, പുരുഷന്മാരുടെ ജയിലിലേക്ക് വിടുമോ?
ഇദ്ദേഹം പറഞ്ഞു ഞാനൊരു സ്ത്രീയാണ്, എന്നാൽ ശരി വനിതകളുടെ ജയിലിലേക്ക് വിട്ടു. ഈ വനിതാ ജയിലിൽ വിട്ടു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാർഡൻ ഉൾപ്പെടെ പ്രഗ്നൻ്റായി പല സ്ത്രീകൾ. ഈ പ്രശ്നം ഇനി എവിടെ കൊണ്ടിട്ട് പരിഹരിക്കും? എവിടെ കൊണ്ടിട്ട് പരിഹരിക്കും? ആര് പരിഹരിക്കും? ഇത് ഈ ഫിലോസഫിയൊക്കെ പറഞ്ഞിട്ട് പോയ അണ്ണന്മാരെവിടെയാ? ജോൺ മണിയുടെ അടുത്തുകൊണ്ട് മണി ഉണ്ടെങ്കിൽ പുള്ളി പരിഹരിച്ചു തരും. അതൊക്കെ സംഭവിക്കും. പക്ഷേ സമൂഹത്തിൽ ഇതുണ്ടാക്കി വെച്ച കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് കാരണം മനുഷ്യൻ അനുഭവിക്കുന്ന, അവർ കടന്നു പോകുന്ന കുറേ ട്രൊമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് ആരെവിടെ കൊണ്ടിട്ട് പരിഹരിക്കും എന്ന് പറയുന്നത്. ഇതാണ് ലോകം ഇനി കാണാൻ പോകുന്ന കാഴ്ച. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ട്രെൻഡിൻ്റെ പുറകെ ഇങ്ങ് പോകുമ്പം ഭയങ്കര ഫാൻസിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഭയങ്കര രസമല്ലേ ഇതിനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനും ചെയ്തുകൊണ്ടിരിക്കാനും. പക്ഷേ ഇതിൻ്റെ പ്രായോഗികമായിട്ട് അനുഭവത്തിലേക്ക് വരുമ്പോൾ എന്തായിത്തീരും, ഏത് ഫിലോസഫി ആണെങ്കിലും അത് ശരിയാണോ എന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ പ്രാഗ്മാറ്റിക് വാല്യൂവും കൂടെ നോക്കിയിട്ടാണ്. ഇത് പ്രായോഗികമായിട്ട് മനുഷ്യന് ജീവിക്കാൻ കൊള്ളാവുന്നൊരു സിദ്ധാന്തമാണോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം. എന്നിട്ടേ ഒരു ആശയത്തെ നമ്മൾ സത്യമാണോ ശരിയാണോ എന്നൊക്കെ തീരുമാനിക്കാവുള്ളൂ. ജീവിക്കാൻ കൊള്ളാത്ത ഫിലോസഫി കൊണ്ട് എന്ത് കാര്യം? ഫിലോസഫീസൊക്കെ എന്തിനാ? നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനല്ലേ. പക്ഷെ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന, തകർത്ത് കളയുന്ന ഫിലോസഫികൾ കൊണ്ട് നമുക്ക് എന്താ ആവശ്യമുള്ളത്? അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത് മനുഷ്യന്? അപ്പോൾ താൽക്കാലികമായിട്ട് സന്തോഷം എന്നൊക്കെ തോന്നുന്ന പല കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ അതൊന്നും അല്ല മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥം നിശ്ചയിക്കുന്നത്. ഈ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു കാലഘട്ടത്തിൽ വിവാഹം ആവശ്യമില്ല, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളവരുടെ കൂടെ താമസിക്കാം, കുറച്ച് നാൾ താമസിച്ച് കഴിയുമ്പോഴത്തേക്കും പിരിയാം എന്നൊക്കെ രീതിയിലുള്ള ഒരു കൾച്ചറൊക്കെ വന്നു കുറേ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ആരും തന്നെ വിവാഹം കഴിക്കാറില്ല, ആരും സ്വന്തമായിട്ടില്ല. ഇതൊരു ടെമ്പററി അറേഞ്ച്മെൻ്റാണ്. ഈ കോവിഡൊക്കെ വന്ന സമയത്ത് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കേട്ട ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള വാർത്തകളെന്ന് പറഞ്ഞാൽ ഈ വൃദ്ധസദനങ്ങളിൽ അനേക മനുഷ്യർ മരിച്ചുപോയി. ഈ മരിച്ചുപോയി എന്നുള്ളതല്ല സങ്കടം, പക്ഷെ അവരുടെ മരണസമയത്ത് അവർക്ക് കൂട്ടായിട്ട് അവരുടെ മുറിയിലെ മുകളിലേക്ക് നോക്കി കാണുന്ന സീലിംഗ് ഫാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ലോകത്തിൽ ആരുമില്ലാത്ത കുറേ മനുഷ്യർ, ഒരു സപ്പോർട്ടിന് ആരുമില്ല, ഒരു സാന്ത്വന വാക്ക് പറയാനായിട്ട് ആരുമില്ല, ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഒരു കാര്യത്തിനും ഒരു സപ്പോർട്ടില്ലാതെ, ഒരു കെയർ ഇല്ലാതെ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ജീവിതം അവസാനിച്ചു പോയ ഒത്തിരി മനുഷ്യരെ നമ്മളുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരെ നമ്മൾ കണ്ടു. അത് ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾ, അവർ കടന്നു പോകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഒരു ഫാമിലി എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ ഫാമിലി പ്രൊവൈഡ്സ് അൺകണ്ടീഷണൽ ലവ്, സപ്പോർട്ട് ആൻഡ് സെക്യൂരിറ്റി ടു ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിക്ക് ഉപാധികളില്ലാത്ത സ്നേഹം ലഭിക്കുന്ന ഒരേ ഒരു സ്ഥലം കുടുംബമാണ്. അപ്പോൾ എന്താണ് കുടുംബം എന്ന് ചോദിച്ചപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞു, എന്ത് തോന്നിയോസവും കാണിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാവുന്ന സ്ഥലമാണ് കുടുംബം എന്ന് പറഞ്ഞു. അത് ഒരു കണക്കിന് ശരിയാണ് അല്ലേ? നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മുടെ അപ്പനും അമ്മയും നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ, വീണ്ടും നമുക്ക് അവിടെ പ്രവേശനം ലഭിക്കുന്നത് പോലെ, ധൂർത്തപുത്രൻ്റെ കഥയിൽ കർത്താവ് അതല്ലേ പറഞ്ഞേ? ആ ധൂർത്തപുത്രന് ലോകത്തിൽ കയറി ചെല്ലാൻ പറ്റുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അവൻ്റെ വീടാ, അവൻ്റെ കുടുംബമാണ്. വേറെ എവിടെ ചെന്നാലും അവനെ കയറ്റുമോ? ഈ സൈസ് സ്വഭാവമുള്ള, ഈ സൈസ് തല്ലിപ്പൊളിച്ച ജീവിതമുള്ള ഒരുത്തനെ വേറെ എവിടെ ചെന്നാൽ കയറ്റും? അപ്പോൾ ഒരു അൺകണ്ടീഷണൽ ലവ്, കെയർ, സപ്പോർട്ട് ഇതൊക്കെ കിട്ടുന്ന സ്ഥലം. ശരിയായ ഫങ്ഷൻ ചെയ്യുന്ന കുടുംബങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതൊന്നും കിട്ടാത്ത കുടുംബങ്ങളൊക്കെ ഉണ്ട് ലോകത്തിൽ, അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഒരു കുടുംബത്തിൽ നമുക്ക് കിട്ടുന്ന ഇതാണ് സോഷ്യലൈസേഷൻ. The family is a major influence in a person's life, teaching them about love, care, affection, etc. ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ് നമ്മൾ ഈ സ്നേഹവും കരുതലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇത് മറ്റു സ്ഥലത്തൊന്നും പഠിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ തിയറി നമുക്ക് പറയാം, പക്ഷേ ഇത് ശരിക്കൊന്നും പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കുറേ ഈ ഓർഫനേജിൽ വളർന്ന ചെറുപ്പക്കാരുമായിട്ട് കുറച്ച് കാലം ഇങ്ങനെ ബന്ധപ്പെടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം സുവിശേഷം കേൾക്കാനായിട്ട് താല്പര്യമായിട്ട് ഒരു പയ്യനെ കിട്ടി. അവനൊരു ഓർഫനേജിൽ വളർന്നൊരു പയ്യനാണ്. അവനോട് സുവിശേഷം പറഞ്ഞ് അവൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ അവൻ്റെ കൂടെ ഓർഫനേജിൽ ഉണ്ടായിരുന്ന വേറൊരു 4-5 ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് വന്നു.
ഇവരെല്ലാവരെയും കൂടെ ഒരു വീടെടുത്ത് കൊടുത്ത് ഞങ്ങളുടെ വീട്ടിൽ 2 പേര്, പിന്നെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ചെറുപ്പക്കാരെ നമ്മളിങ്ങനെ കൊണ്ട് താമസിപ്പിച്ചു. ഇവരുമായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തു, ഇവർക്ക് ഭക്ഷണം കൊടുത്തു, ഇവർക്ക് ജോലി ഉണ്ടാക്കി കൊടുത്തു, ഇവർക്ക് വചനം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ കുറേ നാളുകൾ ഇവരെ ഇങ്ങനെ നമ്മൾ സ്നേഹിച്ചും കരുതിയൊക്കെ കൊണ്ടാടുക. പക്ഷെ രസകരമായ കാര്യം എന്താണെന്നറിയോ? ഇവന്മാർ നമ്മുടെ വീട്ടിൽ നിന്ന് പൈസയും മൊബൈലും ഒക്കെ അടിച്ചുകൊണ്ടൊരു പോക്ക് പോയി. ഒരുത്തൻ നമ്മളിവനൊരു സ്കൂട്ടർ വർക്ക്ഷോപ്പ്, ഒരു സ്കൂട്ടർ മെക്കാനിക്ക് പഠിച്ച ഒരുത്തനാണ്. അവന് കുറേ ടൂൾസൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ഒരു കടയും വാടകയ്ക്ക് എടുത്ത് കൊടുത്ത്, അതിൻ്റെ സെക്യൂരിറ്റിയും കൊടുത്ത് അവനൊരു മെക്കാനിക് ഒരു സ്ഥാപനം തുറന്നു കൊടുത്തു. ഒരു സുപ്രഭാതത്തിൽ ഇവന് ഈ ടൂൾസും പൊതിഞ്ഞ് കിട്ടി. എന്നിട്ട് ആ സ്ഥാപനത്തിൻ്റെ കടയുടെ ഉടമസ്ഥൻ്റെ അടുത്ത് നിന്ന് സെക്യൂരിറ്റി എടുത്ത പൈസയും വാങ്ങിച്ചു അവനെ നാട് വിട്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്നറിയോ? ഞാൻ പറഞ്ഞത് ഒരു മാനുഷികമായ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്നേഹം, നന്ദി, കടപ്പാട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഒരു കുടുംബ അന്തരീക്ഷത്തിൽ വളരാത്ത മനുഷ്യർക്ക് വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. കാരണം അവർക്ക് ആരോടും കടപ്പാടില്ല. അവർക്ക് ഒരു നന്ദിയുള്ള ഹൃദയം വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഈ പറഞ്ഞ ഒരു ഇരകളാണ്. സമൂഹത്തിൻ്റെ തിന്മകളുടെ ഇരകൾ, മാതാപിതാക്കന്മാരുടെ അടിപിടിയുടെ ഇരകൾ. ഈ ഇരകളോട് കൊടുക്കുന്ന സഹതാപം, ഓവറായിട്ടുള്ള സിമ്പതി, ആ സിമ്പതി മാത്രമല്ല ഇവർക്ക് കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൊവിഷൻസ്. അപ്പോൾ ഇവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിന്തിക്കും ഇതൊക്കെ ഞങ്ങളുടെ അവകാശമാണ്, എല്ലാവരും ഞങ്ങളെ കെയർ ചെയ്യണം, എല്ലാവരും ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തരണം, നിങ്ങളെല്ലാം കൂടി ഞങ്ങളെ അങ്ങ് സ്നേഹിച്ചോളണം. ഈ ഒരു മൈൻഡ് സെറ്റിലാണ് ഇവർ വളർന്നു വരുന്നത്. ഞാൻ അനുഭവിച്ച ഒരാളുടെ കാര്യത്തിലല്ല പലരുടെ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, കണ്ടിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഒരു കുടുംബ അന്തരീക്ഷത്തിൽ വരുന്നവർക്കാണ് ആത്മാർത്ഥമായിട്ട്, ഞാൻ എക്സെപ്ഷൻസ് ഇല്ലാന്നും അല്ലാണ്ട് പറയുന്നത്, ഓർഫനേജിൽ വളർന്ന നന്നായിട്ട് നല്ല കുടുംബജീവിതങ്ങൾ നയിക്കുന്ന, നന്നായിട്ട് മനുഷ്യ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല, എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട്. പക്ഷേ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ വളരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് പോലെ ഈ സ്നേഹിക്കാനും കരുതാനും കെയർ ചെയ്യാനും ഒന്നും മറ്റൊരു അന്തരീക്ഷത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഗുണമാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെൻ്റൽ ഹെൽത്ത്, മാനസികമായ ആരോഗ്യം. മാനസിക ആരോഗ്യമുള്ള മനുഷ്യർ വളർന്നു വരുന്നത് നല്ല കുടുംബങ്ങളിൽ നിന്നാണ്. ഈ കുടുംബത്തിന് പുറത്ത്, കുടുംബമില്ലാതെ വളർന്നു വരുന്ന മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായ മാനസിക പ്രയാസങ്ങൾ കാണും എന്നുള്ളതാണ്. ഇപ്പം പാശ്ചാത്യ നാടുകൾ അവരാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫിലോസഫീസൊക്കെ കൊണ്ടുവരികയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ആദ്യത്തെ ആളുകൾ. ഈ ലിവിങ് ടുഗദർ, ഈ വിവാഹം വേണ്ട, എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നടത്താൻ വിവാഹം വേണ്ട എന്നുള്ള ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോയി. ഇഷ്ടമുള്ളവൻ്റെ കൂടെ താമസിച്ചു. അങ്ങനെ താമസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് പെൺകുട്ടികൾക്കാണ് കൂടുതലും. എന്താ നഷ്ടം സംഭവിക്കുന്നത്? ഇവർ ഒരു കുട്ടിയായി, ചിലർ ഒരു കുട്ടിയാകുമ്പോഴത്തേക്ക് ഇട്ടേച്ച് പോകും, വേറൊരാൾക്ക് 2 കുട്ടികളാകുമ്പോൾ ഇട്ടേച്ച് പോകും. അപ്പോൾ സിംഗിൾ മദേഴ്സ് എന്ന് പറയുന്ന ഒരു സമൂഹം പാശ്ചാത്യ നാടുകളിൽ ഒത്തിരിയുണ്ട്. അതിൻ്റെ മറുവശത്ത് ഈ കുട്ടികളെ, ഈ ബന്ധത്തിലുണ്ടായ ഈ കുട്ടികളുടെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കുന്നു? പല അമ്മമാരും അവരെ ഉപേക്ഷിക്കും, അവരെ ഓർഫനേജിൽ കൊണ്ടാക്കും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ച്, പെൺകുട്ടികളും വ്യത്യാസമൊന്നുമില്ല, ആൺകുട്ടികളെ സംബന്ധിച്ച് ഒരു ഫാദർ ഫിഗറിൻ്റെ അഭാവത്തിൽ വളരുന്ന കുട്ടികൾക്ക് ശരിയായ മാനസികമായിട്ടുള്ള ആരോഗ്യമില്ല എന്നുള്ളതാണ്. അവർ ആൻറ്റി സോഷ്യൽ ടെൻഡൻസികൾ ഡെവലപ്പ് ചെയ്യും. അവർ സമൂഹത്തിലെന്നും തലവേദനകളായിരിക്കും, പ്രശ്നക്കാരായിരിക്കും. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു അപ്പനും അമ്മയും ആവശ്യത്തിനുള്ള പ്രമാണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കുറച്ച് അച്ചടക്കത്തോടു കൂടിയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്ന മക്കളുടെ കാര്യത്തിൽ അവരുടെ മനസ്സിൽ തന്നെ ധാർമ്മിക ബോധം വർദ്ധിക്കും, ധാർമ്മിക നിലവാരമുണ്ടാകും അവർക്ക്. എന്നാൽ ഇതില്ല മറ്റു കുട്ടികളെ, ഈ കുടുംബത്തിൽ പുറത്ത് വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഹെൽത്ത് പല സമയത്തും ഇല്ല, സൈക്കോളജിക്കലായിട്ടുള്ള ബാലൻസ് പല സമയത്തും ഇല്ല. ഇവർ ശല്യക്കാരും പ്രശ്നക്കാരും തലവേദനയൊക്കെ ആയിട്ട് മാറും. പെൺകുട്ടികൾ തന്നെയാണെങ്കിലും അവർ ഡ്രഗ്സിന് അടിമകളായിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ ഈ അൺവെഡഡ് മദേഴ്സിൻ്റെ എണ്ണം കൂടുന്നു. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക്, പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ. കാരണം ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ജീവിച്ച് എവിടെ, ആര് നമ്മളെ അവസാനം ഒന്ന് ഏറ്റെടുക്കും, എവിടെ ചെന്നാൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടും ഒക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് നമുക്ക് പോകുന്നു. പിന്നീട് ഫാമിലി പ്രൊവൈഡ് ചെയ്യുന്ന കംഫർട്ട്, അതുപോലെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി,
അതിനെക്കുറിച്ച് പറഞ്ഞു. നമുക്കൊരു ഉത്തരവാദിത്വ ബോധം അത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഏത് സ്ഥലത്ത് ജീവിക്കുമ്പോഴും നമുക്കൊരു ഉത്തരവാദിത്വ ബോധം വേണം. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യമാണ്. ആ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ഉത്തരവാദിത്വങ്ങളുടെ പുറകെ നമുക്ക് വേദനകളുണ്ട്, കഷ്ടപ്പാടുണ്ട്, സഹനമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ഒരു ഉത്തരവാദിത്വമില്ല. അത് നമുക്ക് തൊഴിൽ മേഖലയിലായാലും ശരി, കുടുംബത്തിലായാലും ശരി, ഉത്തരവാദിത്വമുണ്ടോ അതിൻ്റെ പുറകിൽ നമുക്കൊരല്പം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഉത്തരവാദിത്വങ്ങൾ ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്ന നന്മകൾ എന്തൊക്കെയാണ്, അതിനെ ഓർത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഉത്തരവാദിത്വങ്ങളില്ല. അപ്പോൾ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ എന്താ ഉത്തരവാദിത്വം? സന്തോഷം അന്വേഷിച്ച് പോകുന്ന ജീവിതത്തിൽ എവിടെയാണ് ഉത്തരവാദിത്വം? അതൊന്നും ഉത്തരവാദിത്വ ബോധം അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ക്രിസ്ത്യൻ ഹോംസ് പ്രൊഡ്യൂസ് ഗോഡ്ലി ചിൽഡ്രൻ. നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ദൈവഭയമുള്ള, ദൈവത്തിന് പ്രയോജനമുള്ള മനുഷ്യർ ഉണ്ടായി വരുന്നത്. നല്ല മൂല്യബോധമുള്ള ക്രിസ്തീയ പ്രമാണങ്ങളുള്ള മാതാപിതാക്കൾ വളർത്തിയെടുക്കുന്ന മക്കളാണ് ദൈവത്തിന് പ്രയോജനമുള്ള, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള ആളുകളായിട്ട് വളർന്നു വരുന്നത്. അപ്പോൾ ഈ മക്കളെ വളർത്തുക എന്ന് പറയുന്ന കാര്യം ഒരു ശല്യമുള്ള ഏർപ്പാടായിട്ട് കാണുന്ന ആധുനിക ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ രാജ്യത്തിന് കൊള്ളാവുന്ന കുറച്ച് ആളുകളെ വളർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും എളുപ്പം എന്ന് ഞാൻ പറഞ്ഞാൽ താരതമ്യേന, അപ്പോൾ പുറത്തു പോയി 10 ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നമുക്കുണ്ടാവുന്ന മക്കളെ കർത്താവിൻ്റെ വഴിയിൽ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത്. എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സഹോദരി പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എനിക്ക് വായിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഐ ആം നോട്ട് റൈസിങ് ഫ്യൂച്ചർ പ്രസിഡൻസ് ഓർ പൊളിറ്റീഷ്യൻസ്, ബട്ട് റൈസിങ് ചിൽഡ്രൻ who will lead a nation to repentance and die for the neighbors. ഒരു രാജ്യത്തെ മാനസാന്തരത്തിലേക്ക് അഥവാ ദൈവത്തിലേക്ക് നടത്താൻ കഴിവുള്ള, അയൽക്കാരനെ സ്നേഹിക്കുന്നതിന് വേണ്ടി ജീവൻ കൊടുക്കാൻ മനസ്സുള്ള കുട്ടികളെയാണ് ഞാൻ വളർത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഭാവി പ്രസിഡൻറ്റുമാരെയും ഭാവി നേതാക്കന്മാരെയും അല്ല. അപ്പോൾ ഇതൊരു ക്രിസ്തീയ കാഴ്ചപ്പാടാണ്. ലോകത്തിൽ മറ്റ് ഫിലോസഫി പറയുന്ന ആളുകൾക്കൊന്നും ഈ കാഴ്ചപ്പാടില്ല. മക്കളെ വളർത്തുന്നത് എന്തിനു വേണ്ടിയാ? സാധാരണ ഒരു മാതാപിതാക്കളോട് ചോദിച്ചാൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മക്കളെ വളർത്തുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും, വയസ്സാം കാലത്ത് വല്ല കഞ്ഞി കുടിച്ച് കിടക്കണമെങ്കിൽ മക്കൾ വേണം, അല്ലാണ്ട് ഞങ്ങളെയൊക്കെ വയസ്സാകുമ്പോൾ നോക്കാൻ ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ട് മക്കൾ വേണം. പക്ഷേ ക്രിസ്തീയ കാഴ്ചപ്പാട് അതാണോ? വയസ്സാം കാലത്ത് നമുക്ക് കഞ്ഞി കിട്ടാൻ വേണ്ടിയാണോ മക്കളെ വളർത്തുന്നത് ചോദിച്ചാൽ അല്ല. മക്കൾ കർത്താവിൻ്റെ ദാനമാണ്. മക്കളെ വളർത്തുന്നത് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള ആളുകളാക്കി തീർക്കാൻ വേണ്ടിയാണ്. അവരെനിക്ക് കഞ്ഞി തരുമില്ല എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള വിഷയമാണ്. ഞാൻ എൻ്റെ അനുഭവം പറയാം. എനിക്ക് 3 മക്കളുണ്ട്. ഈ 3 മക്കളിൽ മൂത്ത 2 മക്കൾ അത്യാവശ്യം പ്രായമൊക്കെ ആയി തുടങ്ങി. ഇവർ കർത്താവിൻ്റെ സഭയിൽ എഴുന്നേറ്റ് നിന്ന് ഓരോ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ചെയ്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യം ഉണ്ടല്ലോ, ആ ചാരിതാർത്ഥ്യം ഇവർ പരീക്ഷയ്ക്ക് 100 മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ എനിക്കുണ്ടാവാറില്ല. അതെൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയാൻ പാടില്ല, എന്നാൽ ആ കുഴപ്പം എനിക്കിഷ്ടമാണ്. അപ്പോൾ നമുക്ക് ദൈവം മക്കളെ തന്നേക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർ കർത്താവിന് പ്രയോജനമുള്ളവരായി തീരണം, അല്ലേ? അതിനു വേണ്ടിയാണ് ഈ മക്കളെ വളർത്തുന്നത്. ആ ഒരു കാഴ്ചപ്പാടുള്ളവർക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യമാണ്. ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, കുടുംബം കൊണ്ട് നടക്കുന്നതെല്ലാം പുറത്ത് നടക്കുമെന്ന് പറഞ്ഞാൽ വെറുതെയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും, പക്ഷെ അതൊന്നും ലാസ്റ്റിംഗ് വാല്യൂസ് ഉള്ള കാര്യങ്ങളല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. 3-മത്തേത് സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ട്രോളുകളും ജോക്കുകളൊക്കെ കാണാറുണ്ട്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് എന്തുകൊണ്ട്? നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ഇഷ്ടംപോലെ ജോക്കുകൾ ഉണ്ടല്ലോ. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച് കൊളംബസിന് ഭാര്യ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം അദ്ദേഹം അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭാര്യ അച്ചായ എങ്ങോടാ, രാവിലെ പോകണ്ടല്ലോ സഞ്ചിയും തൂക്കി, ഞാൻ ഒരു യാത്ര പോയിട്ട് കപ്പലിൽ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേറെ പണിയൊന്നുമില്ല ചായ, ഇവിടെ പിള്ളേർ കിടന്ന് മാക്കി വയ്ക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുക, വല്ല കഞ്ഞിയും കൊടുക്കാനുള്ള പണി നോക്കി.
ആ കടയിൽ പോയി വെച്ചിട്ട് അരി വാങ്ങിച്ചുണ്ടോ, മുളക് വാങ്ങിച്ചുണ്ടോ, അത് വാങ്ങിച്ചുണ്ടോ, പച്ചക്കറി വാങ്ങിച്ചുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ ശല്യമായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിളിക്കും. ഫോണൊന്നുമില്ല, അന്ന് ഫോൺ ഉണ്ടായിരുന്നു. എവിടെയാ? ഞാൻ അമേരിക്ക കണ്ടുപിടിക്കാറേ. ഇപ്പം അമേരിക്ക കണ്ടുപിടിച്ചിട്ട് ഇവിടെ പിള്ളേരുടെ. അപ്പോൾ ഇങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് സമാധാനപരമായി പോയി അമേരിക്ക കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. കണ്ടോ? അപ്പോൾ ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള ഒത്തിരി കഥകളൊക്കെ ആൾക്കാർ പറയാറുണ്ട്, ഒത്തിരി പറയാറുണ്ട്. ഇനി കല്യാണം കഴിച്ചതുകൊണ്ട് ഫിലോസഫേഴ്സായിട്ട് മാറിയ ആൾക്കാരും വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. ആരാ? സോക്രട്ടീസാണ് പറഞ്ഞത്. അത് അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കല്യാണം കഴിക്കണം, എന്ത് വില കൊടുത്തും കല്യാണം കഴിക്കണം. നിങ്ങൾക്ക് നല്ലൊരു പങ്കാളിയെ കിട്ടിയാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫിലോസഫർ ആവാം എന്ന് പറഞ്ഞ പോലെ ഏത് കാര്യത്തിൽ നോക്കിയാൽ നമുക്ക് ലാഭമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ട്രോളുകളും കഥകളൊക്കെ വായിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, എന്തിനാ വെറുതെ ഈ അധികാരം, കീഴടങ്ങുക, കഷ്ടം സഹിക്കുക അല്ലേ? ഇപ്പോൾ പുരുഷന്മാരെക്കുറിച്ച് പറഞ്ഞപ്പം ഈ പുരുഷന്മാരുടെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കളഞ്ഞു അല്ലേ? എന്താ പറഞ്ഞത്? പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാ? പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറ്, കഴുത്ത് വെച്ച് കൊടുക്കണ കാര്യമൊക്കെ പറഞ്ഞു, ട്രെയിനിൻ്റെ മുമ്പിൽ ചാടണ പോലെയാന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ഇതൊക്കെ കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തിനാ ഈ വയ്യാവേലി എല്ലാം കൂടെ വലിച്ച് തലയിൽ കയറ്റി വയ്ക്കുന്നത്? കുറേ പിള്ളേരെ നോക്കുക, എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, യാത്രയ്ക്ക് തടസ്സം, നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം നടക്കാനായിട്ട് പറ്റില്ല. കയ്യിൽ 10 പൈസ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 10 രൂപ വരുമ്പോഴത്തേക്കും കൊച്ചിന് ജലദോഷമായി, ചുമയായി, തുമ്മലായി, ആശുപത്രി കൊണ്ടുപോകണം, ഉള്ള കാശ് ആശുപത്രി കൊണ്ട് കൊടുക്കണം. ഞാൻ തന്നെയാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടോ? എപ്പോൾ വേണമെങ്കിലും എനിക്ക് പോകാം, വരാം, ഇഷ്ടമുള്ളപ്പോൾ കിടക്കാം, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാം. നിസ്വരം പറഞ്ഞ് രാത്രി മുഴുവൻ ഈ പിള്ളേർ കിടന്ന് കരയും, പകൽ കിടന്നുറങ്ങും. നമ്മളെ പരിപാടികൾ. ഞാൻ എൻ്റെ മൂത്ത മോളുണ്ടായിട്ട് 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയത്. ആദ്യത്തെ 1.5 വർഷം എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ ഇതിൻ്റെ അപ്പി തുടക്കലും മൂത്രം തുടക്കലും പരിപാടികളും കരച്ചിലും. ഇവിടെ ഒരർക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ചെവി കൈയിടും, മൂക്കി കൈയിടും, ഇങ്ങനെയുള്ള പല പരിപാടികളും അഭ്യാസങ്ങളൊക്കെയാണ്. അപ്പോൾ കാലെ പിടിച്ച് നിലത്തടിച്ചാലോ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതുപോലെ ദേഷ്യം വരുന്ന, ഇറിറ്റേറ്റഡ് ആവുന്ന സമയമുണ്ട്. എന്തിനാ ഈ വയ്യാതി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന സമയങ്ങളാണ്. പക്ഷേ നമുക്ക് ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കയറിയാൽ മതി. ഇതിൻ്റെയൊക്കെ ആ ചിരി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസവും പോയില്ലേ. ചിലപ്പോൾ ദേഷ്യം വരികയൊക്കെ ചെയ്യും. പക്ഷേ ഈ പിള്ളേരുള്ളതിൻ്റെ അനുഗ്രഹങ്ങൾ, നന്മകൾ, അതെന്ത് വലിയ നന്മയാണ്. ഇവരുടെ വളർച്ചയിൽ വരുന്ന വ്യത്യാസങ്ങൾ, ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആ കഴിവുകളൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതും ഒരു കർത്താവിന് സ്വീകരിക്കുന്നതും ദൈവ വഴിയിൽ നടക്കുന്നതും എത്രയോ ഉത്തരവാദിത്തമായിട്ട് അവർ. ഞാനൊരു ദിവസം നോക്കിയപ്പോൾ മോള് ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കുക. അവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ട സമയത്താണ് ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കുക. പറഞ്ഞൊന്നുമില്ല. അപ്പോൾ എന്തിനാണ് കഞ്ഞി കുടിക്ക് പോകണ്ടേ, കഞ്ഞി കുടിച്ച് പോകണ്ടേ, അതുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണിയണ്ടേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഒരു ഇതൊക്കെ എടുത്ത് തുടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ എവിടെ നിന്നെങ്കിലും കിട്ടുമോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സന്തോഷങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം മാത്രമാണോ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്വാതന്ത്ര്യം ആകാശത്തൂടെ പറന്ന് നമ്മൾ എങ്ങോട്ടേ പോണേ? ഈ സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ എങ്ങോട്ടേ പോകുന്നത്? ബൈബിളിൽ വളരെ സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരാളാണ് ധൂർത്തപുത്രൻ. ഞാൻ ആ കഥയിലേക്ക് പിന്നെ വരുന്നതിൻ്റെ കാര്യം നല്ലൊരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ്. ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നത് സ്വാതന്ത്ര്യമാണ്. അപ്പൻ്റെയും അമ്മയുടെയും യഹൂദ മതത്തിൻ്റെയും കെട്ടുപാടുകളൊന്നുമില്ലാതെ, ഈ ജോലിക്കാരുടെ ഉത്തരവാദിത്തങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് കയ്യിലിഷ്ടം പോലെ പണവുമായിട്ട് ഞാൻ ജീവിതം ആസ്വദിക്കാനായിട്ട് പോവാണ്. പോയി എവിടെ എത്തി? നമ്മുടെ ഒരു ധാരണ ഈ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എല്ലാം ആയിന്ന, എല്ലാ സന്തോഷമായിന്ന. ഇല്ല കേട്ടോ. ആബ്സല്യൂട്ട് ഫ്രീഡം വിൽ ടേക്ക് യു ടു സ്ലേവറി. പരിധികളില്ലാത്ത സ്വാതന്ത്ര്യം നമ്മളെ അടിമകളാക്കും. തെറ്റായ പലതിൻ്റെയും അടിമത്തത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തോന്നിവാസം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇന്നയാളുടെ കൂടെ പോകാം, ഇഷ്ടമുള്ളപ്പോൾ വേറൊരാളുടെ കൂടെ പോകാം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായ ഒരു കാര്യമാണ്, സിനിമാ നടൻ ബാല 4ാമത് കല്യാണം കഴിച്ചു അല്ലേ? തമിഴ് നടൻ ബാല 4ാമത് കല്യാണം കഴിച്ചു. ഭയങ്കര മിടുക്കായിപ്പോയി, ഭയങ്കര ആഘോഷമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലേ? അപ്പോൾ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം വേണമെന്നാണ് ഈ പറയുന്നത്. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം വേണം. അതിന് സ്വാതന്ത്ര്യം എന്നാണോ പറയുന്നതെന്നുള്ളത് നമ്മൾ ചോദിക്കുന്നത്. ഇതിനാണോ നമ്മൾ
ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ പറഞ്ഞ പോലെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുക. നമ്മുടെ ഇംഗ്ലണ്ടിലെ ഒക്കെ ഈ രാജകുടുംബത്തിൽപ്പെട്ട മേഘൻ മോർക്കൽ, ഇദ്ദേഹം വിവാഹ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുന്നുള്ള ഭാഗം ഇല്ലാതെയാണ് ഉടമ്പടി ചെയ്തതെന്ന് ഓത്ത് എടുത്തത്. അതിനനുസരിച്ച് കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ ഭാഗം വരുമ്പോൾ അത് നമുക്ക് സ്വീകാര്യമായ ഒരു കാര്യമല്ല. പക്ഷേ ഈ കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അടിമത്തം അല്ല ഉദ്ദേശിക്കുന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെ ഒരു ഹെൽപ്പ് മേറ്റാണ്, ഒരാളെ പൂർത്തിയാക്കുന്ന പരിപാടിയാണ്. രണ്ടുപേരും ഒരു ടീമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ്, ഒരു ഫങ്ഷണൽ അറേഞ്ച്മെൻറ്റാണത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ തെറ്റായ ആശയങ്ങളൊക്കെ മുമ്പോട്ട് വയ്ക്കുന്ന ആളുകൾ പലപ്പോഴും ബിബ്ലിക്കൽ വാല്യൂസിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടാണ് ഇത് ശരിയല്ല, ഇത് കൊള്ളില്ല, ഇത് പ്രശ്നമാണ് എന്ന് പറയുന്നത്. അതിൻ്റെ ശരിയായ അർത്ഥമൊന്നും മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ച് പറയുമ്പോൾ, പുരുഷൻ്റെ മേധാവിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് വാസ്തവത്തിൽ പുരുഷൻ്റെ റോള്? അവൻ തലയാണ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വലിയ ലിസ്റ്റ് ബെന്നി സാർ നമ്മളെ കാണിച്ചു അല്ലേ? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ദ മാൻ, ദ ഹെഡ് ഓഫ് ദ ഫാമിലി മസ്റ്റ് ബി എ ലവർ. ഒരു ലവറാണ്, ഒരു ലീഡറാണ്, ഒരു റിസ്ക് ടേക്കറാണ്, കുടുംബത്തിന് വേണ്ടി കായികമായി അധ്വാനിക്കേണ്ട ആളാണ്. അവനൊരു ഗിബോറാണ്, ഒരു വില്ലാളി വീരനാണ്, കുടുംബത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്നവനാണ്. അതിനകത്ത് അങ്ങനെയുള്ള ഒരാളെ നമുക്ക് സ്വീകരിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് വില കൊടുത്തും നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ എപ്പോഴും സ്നേഹിക്കുന്ന അങ്ങനെ ഒരാളെ നമുക്ക് കൂടെ കൂട്ടാനായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഈ അധികാരം എന്നതിൻ്റെ ദുരുപയോഗമാണ് നമ്മൾ കാണുന്നത്. ആ ദുരുപയോഗങ്ങളെ കണ്ടിട്ടാണ് ഇത് പ്രശ്നമാണ്, പുരുഷ മേധാവിത്വമാണ്, ഇവിടെ അടിമത്തമാണ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, പല സമയത്തും ഈ ശരിയായ പ്രമാണങ്ങളുടെ തെറ്റായ ആപ്ലിക്കേഷൻസ് കണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ തെറ്റായ റോൾ മോഡൽസിനെ കണ്ടിട്ടാണ് ഈ പരിപാടിയെ ശരിയല്ല എന്ന ആളുകൾ പലപ്പോഴും പറയുന്നത്. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യം ഇല്ല. ആർക്കാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തത്? ഒരു നല്ല ക്രിസ്തീയ കുടുംബത്തിൽ ഏത് സ്ത്രീക്കാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തത്? ഏത് സ്ത്രീക്കാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തത്? സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ സാക്രിഫൈസ്, നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു, സ്വയം ത്യജിക്കുന്നു, ത്യാഗം സഹിക്കുന്നു. ഈ ത്യാഗം സഹിക്കുന്നത് അത് മോശം കാര്യമാണോ? അതെയോ അത് നമുക്ക് സന്തോഷം തരുമോ? നമ്മളെല്ലാം സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യേണ്ടതെന്നാണല്ലോ പറയുന്നത്. സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. അതിനിടയ്ക്ക് ത്യാഗം, കഷ്ടപ്പാട്, ഇതൊക്കെ നമുക്ക് ഗുണമില്ലാത്ത കാര്യങ്ങളാണെന്നാണ് സമൂഹം പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കൊരു അൽഫാം കഴിക്കണം തോന്നി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അൽഫാം. ആൺപിള്ളേർക്കൊക്കെ കുറച്ചൊക്കെ അൽഫാം ആയിരിക്കും കുറച്ച് ഇഷ്ടം. അൽഫാം കഴിക്കണം തോന്നി. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. ഒരു 500 രൂപയായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അൽഫാം കിട്ടുന്ന റെസ്റ്റോറൻറ്റ് നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട്. നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ്? അവിടെ ചെന്നിട്ട് പെരി അൽഫാം വേണോ, പെപ്പർ അൽഫാം വേണോ, സാധാരണ അൽഫാം വേണോ, ഇനി കാന്താരി അൽഫാം വേണോ, ഇതൊക്കെ ഓർത്ത് വായിലൊക്കെ വെള്ളമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം നമ്മൾ നേടിയെടുക്കാൻ പോകുന്നു, അൽഫാം കഴിച്ച് സന്തോഷിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും വഴിക്ക് അവിടെ ഒരു സ്ത്രീ ഒരു കൊച്ചിനെയും കൊണ്ട് നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മളത് കണ്ടു. എന്താ കാര്യം? ഇവർ പലരുടെയും മുമ്പിൽ കൈ നീട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ നിങ്ങളുടെ കൈ നീട്ടി എന്നിട്ട് പറഞ്ഞു, സാറേ ഈ കൊച്ചിന് ആഹാരം കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾക്കൊരു ഇച്ചിരി പൈസ തരാമോ എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ക്രിസ്തീയ മനസ്സ് ഉണർന്നു, നല്ല ശമരിയക്കാരനായിട്ട് നിങ്ങൾ മാറുന്നു. നിങ്ങൾ അൽഫാം കഴിക്കാൻ വെച്ചായിരുന്ന പൈസ എടുത്ത് ആ സ്ത്രീക്ക് കൊടുത്തു. വീട്ടിൽ കപ്പയും മുളക് ചമ്മന്തിയുണ്ട്, തിരിച്ചു പോകുന്നു. നിങ്ങൾക്ക് സന്തോഷമായിരിക്കും അതോ ദുഃഖമായിരിക്കും? സംതൃപ്തി ആയിരിക്കും അതോ നിരാശയായിരിക്കും? അത് ചെയ്തിട്ടുള്ളവർക്കറിയാം, ആ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർക്കറിയാം. നമ്മൾ സ്വന്തമായി ഒരു അൽഫാം വാങ്ങിച്ച് കഴിക്കുന്നതും ആ പൈസ ഉപയോഗിച്ച് വിശന്നിരിക്കുന്ന ഒരാൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ കഴിക്കാതിരിക്കുന്നതും ഇതിനകത്ത് ഏതാ സന്തോഷം എന്ന് ചോദിച്ചാൽ
ഞാൻ പറയും, ഈ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് മറ്റൊരുത്തൻ്റെ ആവശ്യം നടത്തിയിട്ട് നമ്മൾ ഇച്ചിരി ത്യാഗം സഹിക്കുന്നത് തന്നെയാണ് സന്തോഷം. അത് തന്നെയാണ് സന്തോഷം. ഇനി ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച ഒരാൾ ചരിത്രത്തിലുണ്ട്. ആരാന്നറിയോ? സഭാപ്രസംഗിയുടെ പുസ്തകം എഴുതിയ ആളാണ്. പുള്ളിക്കാരൻ എൻ്റെ ആദ്യം പറഞ്ഞ ആദ്യത്തെ അധ്യായമൊക്കെ വായിച്ചു നോക്കിയേ. ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങൾ അതിൻ്റെ എല്ലാ അളവിലും അനുഭവിച്ച ആളാണ് ശലോമൻ. സ്ത്രീക്ക് സ്ത്രീ, മദ്യത്തിന് മദ്യം, വൈനിന് വൈൻ, ഇനി പൂന്തോട്ടങ്ങൾക്ക് പൂന്തോട്ടം, സംഗീതത്തിന് സംഗീതം, നൃത്തത്തിന് നൃത്തം, എല്ലാ പരിപാടികളും അതിൻ്റെ പരമാവധി അനുഭവിച്ച മനുഷ്യൻ പറയാണ്, ഹാ മായ, സകലവും മായ. ജീവിതത്തിൽ നമ്മൾ ഈ സന്തോഷത്തിൻ്റെ പുറകെയുള്ള പോക്ക് നമുക്ക് ഒരിക്കലും സംതൃപ്തി നൽകില്ല. ഇറ്റ് വിൽ നോട്ട് ഗിവ് മീനിങ് ഫോർ യുവർ ലൈഫ്. പക്ഷേ നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതും ത്യാഗം സഹിക്കുന്നതും നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളണം, ഹാപ്പിനെസ് ഈസ് നോട്ട് അവർ ഗോൾ. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു ബൈ പ്രോഡക്റ്റാണ്. മനസ്സിലായോ? അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് സന്തോഷം എന്ന് പറയുന്നത്. ഒരമ്മ രാത്രി ഉറക്കളച്ചിരുന്ന് കുഞ്ഞിനെ നോക്കുന്നു, ആശുപത്രി കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുക്ക് ഉറക്കളച്ചിരിക്കുന്നു. എളുപ്പമാണോ? എളുപ്പമല്ല. പക്ഷേ അത് കൊടുക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ കൊച്ചിന് സൗഖ്യമായി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ആ അമ്മയുടെ ഹൃദയത്തിലുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അത് 10 ദിവസം കിടന്ന് ഉറങ്ങിയാൽ കിട്ടുന്നതല്ല. ആ ഉറക്കം വിളച്ചതിൻ്റെ വാല്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ചില മൂല്യങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോയാൽ ഒടുവിൽ ശലോമോൻ പറഞ്ഞതുപോലെ ഹാ മായ, ധൂർത്തപുത്രൻ പറഞ്ഞതുപോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അടിമയായി പോയി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകേണ്ടത്. അതാണ് നമ്മളിന്ന് ലോകത്തിൽ കാണുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരു കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ ലക്ഷ്യത്തിന് ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അത് കുടുംബത്തിന് മാത്രമാണോ? ഇപ്പോൾ പട്ടാളത്തിൽ ചേരുന്നൊരു മനുഷ്യന് അവന് സ്വാതന്ത്ര്യമുണ്ടോ? ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസ് സ്വാതന്ത്ര്യമുണ്ടോ? എനിക്ക് തോന്നുമ്പോൾ പോകാം, തോന്നുമ്പോൾ വരാം, തോന്നുമ്പോൾ ഉറങ്ങാം, അങ്ങനെ സ്വാതന്ത്ര്യമുണ്ടോ? അങ്ങ് ചെന്നാൽ മതി. അതൊന്നും നമുക്ക് വിഷയമല്ല. അങ്ങനെ ലോകത്തിലുള്ള ഈ പറയുന്ന പ്രസ്ഥാനങ്ങളുടെ അടിമകളായിട്ട് ജീവിക്കുന്നതിന് ഒരു മടിയില്ലാത്ത മനുഷ്യൻ പറയാണ്, കുടുംബം എന്ന് പറയുന്നത് എൻ്റെ സ്വാതന്ത്ര്യം കളയുന്ന പരിപാടിയാണ്, എനിക്കത് വേണ്ട. ലോകത്തിൽ മറ്റെല്ലായിടത്തും പോയി അടിമപ്പണി ചെയ്യാം. എന്തിനാ? കുറച്ച് കാശിന് വേണ്ടി, കുറച്ച് പണത്തിന് വേണ്ടി. ലോകത്തിലുള്ള സകല സംഘടനകളിലും നമ്മൾ ഈ മുകളിലുള്ള സുപ്പീരിയേഴ്സിനെ മുഴുവനും അനുസരിച്ച് കീഴടങ്ങി ഒരു വാക്കും മിണ്ടാതെ നിന്നിട്ട് അവർ പറയുന്നത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ പറയണം ഇവിടെ എന്താ, ഇവിടെ എനിക്ക് സ്വാതന്ത്ര്യമില്ല, ഇവിടെ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ ക്രൂരമാണ്, ഈ മേധാവിത്വം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുക നമ്മളെ. ഇത് തമ്മിൽ എങ്ങനെയാണ് ചേരുന്നത്? അവിടെ കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമാണ്. ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിൽ ഏത് പ്രസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള റോൾ ഡിഫറൻസസ് ഉണ്ട്, ഫങ്ഷണൽ ഡിഫറൻസസ് ഉണ്ട്. അവിടെ ചില ടീം ലീഡേഴ്സ് ഉണ്ട്, അവിടെ ചില അധികാര ക്രമീകരണങ്ങളുണ്ട്. അതില്ലാതെ ഒരു ടീം മുമ്പോട്ട് പോകില്ല, ഒരു പ്രസ്ഥാനം മുമ്പോട്ട് പോകില്ല, കുടുംബവും മുമ്പോട്ട് പോകില്ല. അത് ഒരു പൊതു തത്വമാണ്. അതിനെ വയലേറ്റ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. ഇത് കുടുംബത്തെക്കുറിച്ച് മാത്രമേ ആൾക്കാർക്ക് ഈ പ്രശ്നമുള്ളൂ കേട്ടോ. ബാക്കി ഒരു സ്ഥലത്തും അധികാരം വിഷയമല്ല, ബാക്കി ഒരു സ്ഥലത്തും സ്വാതന്ത്ര്യം ആവശ്യമില്ല, ബാക്കി ഒരു സ്ഥലത്തും ഇതൊന്നും വേണ്ട. കുടുംബത്തിന് മാത്രമാണ് നമുക്ക് നിർബന്ധം ഉള്ളത്. അപ്പോൾ ഇത് ഫ്രീഡം കളയുന്ന പരിപാടിയൊന്നുമല്ല, ഇത് മീനിങ് തരുന്ന പരിപാടിയാണ്. നമ്മൾ ഈ ഫ്രീഡം എന്ന് പറയുന്നതിനെ തെറ്റായി മനസ്സിലാക്കുന്നതാണ്. നമുക്കങ്ങനെ ഒരു ആബ്സല്യൂട്ട് ഫ്രീഡം ഒന്നും ഒരു സ്ഥലത്തും ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. ആബ്സല്യൂട്ട് ഫ്രീഡം കിട്ടിയാൽ നമ്മൾ നശിക്കുകയുള്ളൂ. നമുക്ക് ചില പ്രമാണങ്ങളും നിയമങ്ങളും ഒക്കെ വേണം. അതിനകത്ത് ജീവിക്കുമ്പോഴാണ് നമുക്ക് ശരിയായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്. കർത്താവ് ന്യായപ്രമാണം കൊടുത്തിട്ട് പറഞ്ഞതെന്നറിയോ? നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഇതനുസരിച്ച് നടക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് നന്മയുണ്ടാകേണ്ടതിന്. യോശുവയോട് പറഞ്ഞു 1:8 പറഞ്ഞ എന്താണ്? നീ കൃതാർത്ഥനാകും എന്ത് ചെയ്താൽ? ഈ വചനം അനുസരിച്ച് നടന്നാൽ. നീ ചെല്ലുന്നിടത്തെല്ലാം നീ അനുഗ്രഹിക്കപ്പെടും.
ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടിയാണ് ദൈവം തമ്പുരാൻ നിയമങ്ങളും പ്രമാണങ്ങളും തന്നിരിക്കുന്നത്. ആ വളയത്തിനകത്ത് ജീവിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫായിട്ടുള്ള കാര്യം, ഏറ്റവും നല്ല കാര്യം. അനുഗ്രഹം വരുന്നത് അവിടെയാണ്. വളയമില്ലാതെയുള്ള ചാട്ടത്തിനൊന്നും യാതൊരു അനുഗ്രഹവും ഇല്ല. ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ അറിയാം നമുക്കല്ലേ, ഈ ഫുട്ബോളിൻ്റെ നിയമങ്ങളില്ലെങ്കിൽ ഫുട്ബോൾ കളിക്ക് വല്ല രസമുണ്ടോ? ഗോൾ പോസ്റ്റ് വേണ്ട, ആര് പോകും ഫുട്ബോൾ കളിക്കാൻ? ഓഫ് സൈഡ് ഇല്ല, ഫൗളില്ല, ആർക്കും ഒരു പന്ത് മതി എന്ന് ആരാ പറഞ്ഞേ? 11 പന്ത് കൊടുക്കടാ എന്ന് പറഞ്ഞു. എങ്ങനെ ഇരിക്കും ഫുട്ബോൾ കളി? അപ്പം നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു പരിപാടിക്ക് അർത്ഥവും മീനിങ്ങും ലക്ഷ്യവും ഒക്കെ തരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കുന്ന കാര്യം അല്ല. ഇൻഡിവിജ്വൽ ഫുൾഫിൽമെൻറ്റ്. But just because you are in a relationship doesn't mean you have to give up your dreams and passions, pursue your career goals, travel plans, artistic endeavors. അപ്പോൾ ഇതൊരു വലിയ കാര്യമായിട്ടെന്ന് പറയുന്നൊരു കാര്യമാണ്. ആ വ്യക്തിയുടെ സാധ്യതകളിലേക്ക് വളരാനായിട്ട് കുടുംബങ്ങൾ തടസ്സമാണ്. എന്നിലുള്ള കഴിവുകൾ, സാധ്യതകൾ, എൻ്റെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ എന്നെ തുറന്നു വിടണം. അതാണ് പറയുന്നത്. എനിക്ക് എഴുതാൻ താല്പര്യമുണ്ട്, എനിക്ക് പടം വരയ്ക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ കഞ്ഞിയും കറിയും വെച്ച് പാത്രം കഴിക്കാൻ കഴിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാനായിട്ടാണ്. അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യം നോക്കിയിട്ട് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ സർഗ്ഗഭാവനകൾ എവിടെ പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് നമ്മുടെ സൈമൺ സാറ് പാടിയ പോലെ അവസാനം പാടേണ്ട വരും ഭാര്യേനെ നോക്കി. ആ കലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും. കലാതിലകമായിരുന്നു, ഇപ്പോൾ കലങ്ങൾക്കിടയിലാണ്. കഴിവല്ല അവിടെ പോയി. അത് നമ്മുടെ ഒരു തെറ്റായ ചിന്താഗതിയാണ്. ഒരു നല്ല കുടുംബ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ഒരു കഴിവ് പോലും ഉപയോഗിക്കാതെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ കല്യാണം കഴിച്ചാൽ പിന്നെ കഥയും പാട്ടും ഒക്കെ എഴുതാൻ തുടങ്ങി കേട്ടോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒന്നും എഴുതിയിട്ടില്ല. ഫിലോസഫറായി, കവിയായി. അപ്പോൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചാൽ നമുക്കിതിനൊന്നും സ്വാതന്ത്ര്യം ഇല്ലാതെയാവോ? ഇല്ല, സ്വാതന്ത്ര്യം ഇല്ലാതെയാവുമൊന്നുമില്ല. നമ്മുടെ കഴിവുകളെ നമുക്ക് മാനേജ്മെൻറ്റ് എബിലിറ്റീസ്, ഒരു സ്ത്രീക്ക് നല്ല മാനേജ്മെൻറ്റ് എബിലിറ്റി ഉള്ളൊരു സ്ത്രീയാണ്. കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനൊക്കെ നല്ല കഴിവുള്ളൊരു സ്ത്രീയാണ്. ആ കഴിവ് കുടുംബത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതല്ലേ നമ്മൾ ഈ പറയുന്ന പ്രൊവർബ്സ് 31 കാണുന്ന വെർച്വസ് വുമൺ. ഒരു കുടുംബം മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോരം ബുദ്ധി വേണമെന്നറിയാമോ, എന്തൊരു പ്ലാനിങ് വേണമെന്നറിയാമോ. ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് കിടന്ന് കഷ്ടപ്പെടുക. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അടുക്കളയിലെ പണി, രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, കുറച്ച് കറി ഉണ്ടാക്കണം, തീർന്നില്ല പരിപാടി. അന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ പുരുഷൻ, ഈ വീരനായ ഈ പുരുഷൻ ഈ പണിയെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു എന്ന്, നീ വിശ്രമിക്കൂ ഭാര്യയെ എന്ന് പറഞ്ഞ് ഭാര്യനെ കിടത്തി. അപ്പം ഞാൻ ഈ കഞ്ഞി വെച്ചു, അതൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നതല്ലേ. കഞ്ഞി വെച്ചു, കറികളുണ്ടാക്കി വെച്ചു, എൻ്റെ പണി തീർന്നു. ഇനിയിപ്പോൾ എന്നെ അവിടെ പണിയുള്ളത്. അത് കഴിഞ്ഞപ്പോഴാണ് പറയുക, ചായ നാളെ രാവിലെ എന്നെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കണേ. അങ്ങനൊരു കാര്യമുണ്ടോ? അപ്പോൾ എന്തു ചെയ്യും? അവിടെ അരി ഇരിപ്പുണ്ട്, അതെടുത്ത് വെള്ളത്തിലിടണം. എന്നിട്ട് രാവിലെ എടുത്ത് മിക്സിക്കകത്തിട്ട് പൊടിക്കണം, പൊടിച്ചിട്ട് തേങ്ങ ഇടണം. എന്നിട്ട് പുട്ടുകുറ്റി താഴെ ഇരിപ്പുണ്ട്, അതെടുത്ത് കഴുകി അടുപ്പത്ത് വെച്ച് പുട്ടുണ്ടാക്കണം. ഈ പുട്ടിന് എന്നാ കൊടുക്കണേ? പഴമാണോ കടലക്കറിയാണോ? അപ്പോൾ ഇത് തലേദിവസം വൈകുന്നേരം ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഒരുക്കി വെച്ച് റെഡിയാക്കിയെങ്കിൽ രാവിലെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കഴിച്ചിട്ട് പോകാവുന്ന സാധനം ഉണ്ടാക്കി തരാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം. അത് ചെറിയ പണിയാണെന്ന് വെച്ചല്ല. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം കഞ്ഞി മുഴുവൻ എടുത്ത് കളയേണ്ട വന്നു, കാരണം കരിഞ്ഞു പോയി. നമ്മൾ ഈ കഞ്ഞി അടുപ്പത്തിട്ടിട്ട് ഭാര്യ എന്നോട് പറഞ്ഞു, 1ാമത്തെ വിസിലടിക്കുമ്പോൾ തീ കുറച്ച് വെക്കണം, 10 മിനിറ്റ് നോക്കണം, ഈ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കഞ്ഞി വെന്തിരിക്കും, ഓഫ് ചെയ്യാം. പക്ഷെ ഇതിനൊക്കെ ഒത്തിരി മാത്തമാറ്റിക്സ് ഉണ്ടെന്നുള്ള കാര്യം പിന്നെ മനസ്സിലാകുന്നു. അപ്പോൾ നമ്മളിത് കഞ്ഞി അടുപ്പത്തിട്ടിട്ട് ഞാൻ ഓട്ടം ഉണ്ടാക്കാനിരുന്നു, ഈ 1ാമത്തെ വിസിലടിച്ചതും കേട്ടില്ല, അടുത്ത വിസിലടിച്ചതും കേട്ടില്ല, 10 മിനിറ്റ് കിടന്നു, ഇതറിഞ്ഞില്ല. അവസാനം ഭാര്യ തന്നെ ഏതാണ്ട് കരിയുന്ന മണം വരുന്നുണ്ടല്ലോ, അത് പോയി. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള പണിയാണെന്ന് ഓർത്തിരുന്നത്, പക്ഷേ എളുപ്പമുള്ള പണിയല്ല. അപ്പോൾ ഇത് മാത്രമാണോ? തുണി അലക്ക്, അത് വിരിച്ചിടൽ, ഇത് ഉണങ്ങി ഇത് മടക്കി വയ്ക്കൽ, പിന്നെ വീട് അടിച്ചു വാരൽ, തുടയ്ക്കൽ, ഇങ്ങനെ പല ഭാഗങ്ങൾ വൃത്തിയാക്കൽ, പുറത്ത് കപ്പയുണ്ട്, മഞ്ഞളുണ്ട്, ചേമ്പുണ്ട്, കാച്ചിലുണ്ട്, ഇതിൻ്റെ പുറകെ നോക്കണം, അതിന് വെള്ളം ഒഴിച്ചോ. അപ്പോൾ എൻ്റെ ഭാര്യ എന്തോരം കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക്
സഹോദരിമാർ പല സ്ഥലത്ത് നിന്ന് വിളിച്ച് ക്ലാസ് എടുക്കണമെന്ന് പറയും. ഒത്തിരി സഹോദരിമാർ വിളിച്ച് വിഷമങ്ങൾ പറയാൻ വിളിക്കും, പ്രാർത്ഥനാ സഹായം ചോദിച്ച് വിളിക്കും. ഇതെല്ലാം എൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ കൂട്ടത്തിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകാനായിട്ട് അപാരമായിട്ടുള്ള സാധ്യതകളും കഴിവുകളും ഉള്ള ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ ഭാര്യ ആ കഴിവുകൾ മുഴുവൻ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമാണെന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ പിള്ളേരെ വളർത്തി ഞാൻ പലപ്പോഴും യാത്രകളും ഇതുപോലുള്ള ക്ലാസ്സുകളും പരിപാടികളൊക്കെ ആയിട്ട് ലേറ്റൊക്കെ ആയിട്ട് വീട്ടിൽ വരും. ഈ പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അവരെ വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഭാര്യ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവരുടെ കഴിവ് ഉപയോഗിക്കാതെ എങ്ങനെ നടക്കും? ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ പുറത്ത് കരിയറിലുള്ള വിജയം, കുറേ പണം ഉണ്ടാക്കുന്നത് മാത്രമാണ് സ്ത്രീയുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള മേഖല എന്ന് പറഞ്ഞാൽ അത് ആന വിഡിത്തമാണ്. ഒരു സ്ത്രീയുടെ യഥാർത്ഥത്തിലുള്ള കഴിവ് തെളിയുന്നത് ദൈവം അവളെ ഒന്നാമതായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന മാതൃത്വം അഥവാ അല്ലെങ്കിൽ തന്നെ ഒരു ഭാര്യയുടെ റോള്, അതൊരു ചെറിയ റോളല്ല. ഒരു ഹോം മേക്കർ ആകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറിയാണ്. ഇപ്പോൾ പ്രൈമറി നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ചെറിയ റോളല്ല. പക്ഷെ പല പുരുഷന്മാർക്കും ഇതിൻ്റെ വില അറിയാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. വില അറിയണമെങ്കിൽ ഇതുപോലുള്ള ഇപ്പോൾ പറ്റിയവരുള്ളൊരു സാഹചര്യം വരണം. അന്നേരമാണ് നമുക്കതിൻ്റെ വില മനസ്സിലാവുള്ളൂ. ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്വാനത്തിൻ്റെ, ഇവരേറ്റെടുക്കുന്ന ഭാരത്തിൻ്റെ, ഇവരുടെ സഹനശക്തിയുടെ ആ ആഴമൊക്കെ മനസ്സിലാവണമെങ്കിൽ വേണം. നമുക്ക് ഈ പുരുഷന്മാരായ ഞങ്ങളെ സംബന്ധിച്ച് ഒരു പണി തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് എൻ്റെ ഭാര്യ എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, കഞ്ഞി ഉണ്ടാക്കും, കറി ഉണ്ടാക്കും, വീടടിച്ചു വാരും, തുണി അലക്കും. ഈ പരിപാടിയെല്ലാം 25 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അച്ഛാ ഈ പണി എനിക്ക് മടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. എന്തൊരു സഹനശേഷിയാണ്, എന്തൊരു ടോളറൻസ് ലെവലാണ്. അത് നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. ദൈവം നിങ്ങളെ അതിനുവേണ്ടി ശക്തരായിട്ടുള്ള ആളുകളായിട്ടാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ശക്തി എന്ന് പറഞ്ഞാൽ മസിലിന് മാത്രം ശക്തിയല്ല കേട്ടോ, വേറെ ഒത്തിരി ശക്തികളുണ്ട്, ഒത്തിരി കഴിവുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വൽ ഫുൾഫിൽമെൻറ്റ് ഒരു സ്ത്രീയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചായിക്കോട്ടെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചായിക്കോട്ടെ, നമ്മളോട് അവസാനം കർത്താവ് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ എത്ര വർഷം ഗവൺമെൻറ്റിനെ സേവിച്ചു എന്ന് ചോദിക്കുമോ? ഇല്ല. എത്ര IT കമ്പനികളിൽ നിങ്ങൾ അവിടുത്തെ HR ആയി അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റ് ലെവലിലേക്ക് വന്നു എന്ന് ചോദിക്കില്ല. എത്ര കോടി രൂപ ഉണ്ടാക്കിയെന്ന് ചോദിക്കോ? ഏത് ബ്രാൻഡഡ് കാറാ വാങ്ങിച്ചെന്ന് ചോദിക്കോ? ഇതൊന്നും ചോദിക്കില്ല. ചോദിക്കാൻ പോകുന്നത് എന്നാണെന്നറിയാം? ചോദിക്കാൻ പോകുന്നത് ദൈവരാജ്യത്തിന് നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നാണ് ചോദിക്കാൻ പോകുന്നത്. അതിനെവിടെയാണ് ഉത്തരം? അപ്പോൾ പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ്, ഇൻഡിവിജ്വൽ ഫുൾഫിൽമെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഇൻഡിവിജ്വൽ ഫുൾഫിൽമെൻറ്റ് എന്താ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്ന വിളി കേൾക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കൊരു ഫുൾഫിൽമെൻറ്റും ഇല്ല. അവിടെ നമ്മൾ പരാജയപ്പെട്ടിട്ട് ബാക്കി എന്ത് നേടിയിട്ടും കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ പിന്നെ നമ്മുടെ ഈ കരിയർ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ ഒരു നല്ല കുടുംബജീവിതത്തിൽ ഇതൊക്കെ സാധിക്കും. ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാണാൻ പോകുന്ന ഇഷ്ടമാണ്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി പോയാൽ നടക്കില്ലേ? അല്ല ഒരാൾ തന്നെ പോകണമെന്നുണ്ടോ? സോളോ ട്രിപ്സ്, ഇപ്പോൾ സോളോ ട്രിപ്സിൻ്റെ കാലമാണ്. ഒറ്റയ്ക്ക് പോയാൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ രണ്ടുപേരും കൂടെ പോയാലും കാണാം. പറ്റില്ലേ? പറ്റും. പിന്നെ എന്താ വേണ്ടത്? ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ മോഹങ്ങൾ? പറഞ്ഞേ, നിങ്ങൾക്ക് എന്തിനൊക്കെയാണ് ഫ്രീഡം വേണ്ടത് പറ. ദെൻ ഇറ്റ്സ് നോൺ പെർമനൻറ്റ്. ഇതൊരു ടെമ്പററി അറേഞ്ച്മെൻ്റ് ആയിരിക്കണം. യാതൊരു വിധത്തിലുള്ള സ്ട്രിങ്സും അറ്റാച്ച്ഡ് ആവാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കടപ്പാടുകളുടെ ആവശ്യമില്ല. ഇഷ്ടമുള്ളിടത്തോളം കാലം ഒന്നിച്ച് ജീവിക്കാം, ഇല്ലെങ്കിൽ പിരിയാം. ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഇന്ന് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ലോകം പറയുന്നത്. 1970 ശേഷം പുതിയ ഒരു തരത്തിലുള്ള ഡിവോഴ്സ് പ്രാബല്യത്തിൽ വന്നു. അത് നോ ഫോൾട്ട് ഡിവോഴ്സാണ്. നോ ഫോൾട്ട് ഡിവോഴ്സ്. നേരത്തെയൊക്കെ ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാരണം പറയണമായിരുന്നു. ഇന്ന കാരണം, എൻ്റെ പങ്കാളിയിൽ ഇന്ന ദോഷങ്ങളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവരെ ഡിവോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞാലായിരുന്നു ഡിവോഴ്സ് അനുവദിക്കുകയുള്ളൂ. ഇപ്പം അങ്ങനെ ഒരു റീസൺ കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കണം താല്പര്യമില്ല, ഡിവോഴ്സ് തരും, അത്രയും മതി. അത് വന്ന് വിശ്വാസികളുടെ ഇടയിലേക്കും ഈ ആശയങ്ങളൊക്കെ വന്നു തുടങ്ങി. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു പുരുഷൻ ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നീ വീട്ടിൽ പോകണം പറഞ്ഞു.
എന്താ കാര്യം? ഒരു കാര്യമില്ല, നിന്നെക്കൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മൾ തമ്മിൽ സെറ്റാവില്ല എന്ന് പറഞ്ഞു. നമ്മൾ തമ്മിൽ സെറ്റാവില്ല, നീ പൊക്കോ, നീ വേറെ വല്ലതും കല്യാണം കഴിച്ച് ജീവിച്ചോ, എനിക്ക് നിൻ്റെ കൂടെ അങ്ങ് സെറ്റാവണില്ല. ഇത്രേ കാര്യമുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ സെറ്റായാലും എന്തു ചെയ്യാം? കളഞ്ഞിട്ട് പോകാം. അതാണ് ഇന്ന് പറയുന്ന ഈ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അതിന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ശരിക്കും നല്ല കടുപ്പമുള്ള തെറി പറയേണ്ട അമ്മമാരെയൊക്കെ, ഒരു മൈത്രയൻ എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, ഇതുപോലുള്ള കുറേ അണ്ണന്മാരുണ്ട്. ഇവന്മാർ വന്നിരുന്നിട്ട് ഇങ്ങനെ വിളമ്പുവാണ്. അപ്പം എന്തിനാണ് ഇത്? തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ പോവുക, അതിന് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും നിയമങ്ങളും വെക്കേണ്ട കാര്യമില്ല. അതിൽ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ആടുജീവിതത്തിൻ്റെ എഴുത്തുകാരനായ ബെഞ്ചമിൻ കോഴിക്കോട് പറഞ്ഞാൽ തരുമാരെന്നാണ് പറഞ്ഞത്, ബെന്യാമിൻ. ഇദ്ദേഹം പറഞ്ഞ് വിവാഹം എന്ന് പറഞ്ഞ് ഇത്ര മെനകെട്ട ഏർപ്പാട് ലോകത്തിലില്ല എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ ഇത്രയും മെനകെട്ടൊരു ഏർപ്പാട് ലോകത്തിലില്ല. ഇതാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ട് സെറ്റാവുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആരാണ് ഒരുമിപ്പിച്ച് ചേർത്തത്? എന്തിനു വേണ്ടിയാണ് ഒരുമിപ്പിച്ച് ചേർത്തത്? ഈ കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതിനെക്കുറിച്ച് ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. രണ്ടുപേരുടെയും സന്തോഷം മാത്രമാണെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ അടിയിലേക്ക് നോക്കിയാൽ ഈ മോഡേൺ വ്യൂസിൻ്റെയൊക്കെ പിറകിലുള്ള കാര്യങ്ങൾ എന്താണെന്നറിയോ? അതിനെക്കുറിച്ചും കൂടെ ഒന്ന് ഓടി ചിന്തിച്ച് പോകാം. ഈ മോഡേൺ വ്യൂസ് ഓഫ് മാരേജ് ആർ പാർട്ട് ഓഫ് എ സ്പിരിച്വൽ വാർഫെയർ ടു ഷേക്ക് ഡൗൺ ദി ബിബ്ലിക്കൽ വാല്യൂസ് ആൻഡ് ട്രാൻസെൻഡന്റ് നേച്ചർ ഓഫ് ക്രിസ്ത്യൻ മാരേജ് ആൻഡ് ഫാമിലി. ഇത് നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിശാച് ആക്രമിക്കുന്ന 2 ദൈവിക സ്ഥാപനങ്ങളുണ്ട്. അതൊന്ന് കുടുംബവും 2 സഭയാണ്. ഇതിനെ രണ്ടിനെയും തകർത്ത് നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. കാരണം ഇതിലൂടെയാണ് ദൈവം ലോകത്തെ നേടാനായിട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ പരിപാടികൾ ലോകത്ത് നടക്കാൻ പോകുന്നത് ഈ കുടുംബത്തിലൂടെയും സഭയിലൂടെയാണ്. അപ്പോൾ ഇതിനെ നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ പിശാചിൻ്റെ പരിപാടി ജയിച്ചു. അപ്പോൾ നമ്മൾ ഓർത്തോളണം, ഇതൊരു സ്പിരിച്വൽ വാർഫെയറാണ്. കുടുംബത്തിൻ്റെ സ്ഥിരതയെ അല്ലെങ്കിൽ ദൈവിക മൂല്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഏത് ഫിലോസഫിയും അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിമോണിക്. കാരണം പിശാച് ഈ ലോകത്തിൻ്റെ ദൈവമാണ്. ഇവിടുത്തെ തത്വചിന്തകന്മാരെയും ഇവിടുത്തെ സാഹിത്യകാരന്മാരെയും ബുദ്ധിജീവികളെയും ഈ സോക്കോൾഡ് സൈക്കോളജിസ്റ്റ് റിസർച്ചുകളെയും ഫിലോസഫേഴ്സിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൻ്റെ ദൈവമാണ്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫിലോസഫീസ് ഉണ്ടാക്കി വിടും, മനുഷ്യരെ സ്വാധീനിക്കാനായിട്ടുള്ള പരിപാടികൾ നടത്തും. ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ഈ വചനത്തിൽ നിന്ന്, പ്രമാണത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയാനായിട്ട്. അത് നോക്ക്, സൈറ്റൻ ഈസ് ടാർഗറ്റിംഗ് ഫാമിലീസ് ഇൻ ദ വാർ അഗെയിൻസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതിൻ്റെ ഫലമാണ് പോളിഗമി, ഹോമോസെക്ഷുവാലിറ്റി, പോണോഗ്രഫി, മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ്, ലിവിങ് ടുഗദർ, അബോർഷൻ, ഡിവോഴ്സ്. ഇതെല്ലാം ബാധിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ കുടുംബങ്ങളെയാണ്. ഈ മെനകേടുകൾ മുഴുവൻ ബാധിക്കുന്നത് കുടുംബങ്ങളെയാണ്. അപ്പോൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? എന്തിനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തോളുക. So if family values are destroyed, the society will be degenerated morally. സമൂഹം നശിക്കും. റോമൻ സാമ്രാജ്യത്തിൽ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു? റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ പുറകിലുള്ള കാരണങ്ങൾ പഠിച്ചറിയാം. ഈ സെക്ഷൽ ഇമ്മോറാലിറ്റിയുടെ അസാധാരണമായ വിളയാട്ടമാണ്. ഹോമോസെക്ഷുവാലിറ്റി. മനുഷ്യർ വിവാഹം പോലും വേണ്ടാന്ന് വെച്ച് ഹോമോസെക്ഷൽ ആക്ടിവിറ്റീസിന് പറയും. രാജാക്കന്മാർ പോലും, ചക്രവർത്തിമാർ പോലും. അവസാനം പിന്നീട് ഒരു രാജാവിന് വിവാഹം കഴിച്ചിരിക്കണമെന്ന് നിയമം ഉണ്ടാക്കേണ്ട വന്നു, വിളംബരം ഇറക്കേണ്ട വന്നു. അതുപോലത്തെ വൃത്തികേടിലേക്ക് പോയി രാജ്യം. എല്ലാ സംസ്കാരങ്ങളുടെയും പതനങ്ങളുടെ പുറകിൽ നോക്കിയാൽ ഈ സെക്ഷൽ ഇമ്മോറാലിറ്റിയുടെ അതിൻ്റെ വർധനവ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പരിപാടികളാണ്. രണ്ടാമത്, മോഡേൺ വ്യൂസ് ഓഫ് മാരേജ് ആർ മേക്കിംഗ് മൈൻഡ്സ് കൺഫ്യൂസ്ഡ് വിത്ത് ലൈസ് ആൻഡ് വൺ സൈഡഡ് തിങ്കിങ്. ഒരു എക്സാമ്പിള്, സ്റ്റെഫാനി കോൺസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: ഹൗ ലവ് കോൺഗേറ്റ് മാരേജ്. Marriage has transitioned from an institution focused on duty and obligation to one centered on love and companionship. ഇതാണ് വിവാഹത്തിന് വന്ന പുരോഗതിയെക്കുറിച്ച് ഈ പുള്ളിക്കാരി എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഡ്യൂട്ടി ആൻഡ് ഒബ്ലിഗേഷൻസ് ആയിരുന്നു, പക്ഷെ അത് ഇന്ന് സ്നേഹത്തിലേക്കും കൂട്ടിലേക്കും മാറിയിരിക്കുന്നു. അതാണ് വിവാഹത്തിൻ്റെ പുരോഗതി.
ഇത് സത്യമാണോ? ദൈവം എന്തിനാ വിവാഹം സ്ഥാപിച്ചത്? എന്തിനാ? മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. സ്നേഹിക്കാനും കൂട്ടുകൂടാനും ഒക്കെ വേണ്ടിയാണ് ദൈവം ആദ്യം കുടുംബം സ്ഥാപിച്ചത്. എന്നിട്ട് പറയാ ആദ്യം അങ്ങനെ അല്ലായിരുന്നു, ഇപ്പോഴാണ് അങ്ങനെ ആയത്. സത്യമാണോ? സത്യമല്ല. ഇതുപോലുള്ള ഒത്തിരി നുണകൾ, അർത്ഥസത്യങ്ങൾ ഒക്കെ നമ്മൾ സെയിം സെക്സ് മാരേജ് ഭയങ്കര മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്, ഭയങ്കര മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ പറയുന്നുള്ളൂ. ഹോമോസെക്ഷുവാലിറ്റി അതിൻ്റെ ഒരു സൈഡ് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് വരുന്ന ദോഷങ്ങൾ എന്തോരുവാ? ഈ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം, ഡിവോഴ്സ് പറ്റില്ലേ? എന്തിനേ കഷ്ടപ്പാട് സഹിച്ച് ജീവിക്കുന്നത്? ഡിവോഴ്സ് ചെയ്യുക. ഈ ഡിവോഴ്സിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് ഇവർ പറയാറുണ്ടോ? ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഓഫ് എ ഡിവോഴ്സ്ഡ് പേഴ്സൺ, എസ്പെഷ്യലി പെണ്ണുങ്ങൾ, സ്ത്രീകൾ. എളുപ്പമാണെന്നാണ് വിചാരിക്കുന്നത്. വേണ്ട, കളഞ്ഞിട്ട് പോവാം. ഇറ്റ് ഈസ് നോട്ട് ഈസി. എന്തുമാത്രം ആഴമായ വേദന. 2 മക്കളും കൂടി ഉണ്ടെങ്കിലോ? അപ്പോൾ ഇതൊന്നും ആരും പറയില്ല. ഈ ഡിവോഴ്സി ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, സമ്മർദ്ദങ്ങളെക്കുറിച്ച്, ഈ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പുരുഷൻ്റെ സ്ത്രീയുടെ മക്കൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച്, അവർ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇതൊന്നും ആരും കാണുന്നില്ല. ഇത് വെറും സെൽഫിഷായിട്ടുള്ള എൻ്റെ സന്തോഷം എന്ന ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചിട്ടാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. എൻ്റെ സന്തോഷം. പക്ഷെ ഇതിനൊത്തിരി പ്രത്യാഘാതങ്ങൾ ഉണ്ട്. അപ്പോൾ അതൊന്നും പറയില്ല. അതൊക്കെ കുറേ നുണകളൊക്കെ വെച്ച് മൂടി വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. മോഡേൺ മാരേജ് വ്യൂസ് ഓൺ മാരേജ് ആർ മെയ്ഡ് അട്രാക്റ്റീവ് വിത്ത് ടെമ്പോറൽ ഗുഡ്നെസ് ഓവർ ഇറ്റേണൽ റിവാർഡ്സ്. താൽക്കാലികമായ ചില രസങ്ങൾ, ചില സന്തോഷങ്ങൾ, ചില ഗുണങ്ങൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ഇറ്റേണലി റിവാർഡിങ്. ദൈവവചനപ്രകാരം വിവാഹ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് അത് നിത്യകാല പ്രസക്തിയുള്ളതാണ്, റിവാർഡിംഗ് ആണ്. ദൈവത്തിൽ നിന്നും പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതാണ്. ദൈവത്തിൻ്റെ പരിപാടിയോട് സഹകരിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാനായിട്ടുള്ള, ഇപ്പോൾ യോശുവ പറഞ്ഞൊരു പ്രസ്താവന നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കുകയാണെങ്കിൽ അതിലും വലിയ ഫുൾഫിൽമെൻ്റ് എന്താ ഉള്ളത്? അതിലും വലിയ റിവാർഡ് എന്താ ഉള്ളത്? അതിന് ദൈവം തരുന്ന റിവാർഡിനേക്കാൾ വലിയ സന്തോഷം, വലിയ റിവാർഡ് എന്താ ഉള്ളത്? തൽക്കാലത്തേക്ക് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ചില രസങ്ങൾ, ആ രസങ്ങളൊക്കെ വേഗം പോകും. അത് വെറും നീർക്കുമളകളാണ്. പക്ഷേ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ വിലയിടാൻ പോകുന്നത് ക്രിസ്തുവിൽ പണിത പണികൾക്ക് മാത്രമാണ്. അത് ഓർത്തോളുക. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഉദ്ദേശം, വിവാഹം ഒരു ഉടമ്പടി ബന്ധമാണെന്നുള്ള സത്യം, ദൈവത്തെ സേവിക്കുന്നത്, ദൈവമഹത്വത്തിനായി കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പ്രദർശിപ്പിക്കുന്നത്, രണ്ടുപേരും ആത്മീകമായി പുരോഗതി പ്രാപിക്കുന്നത്, ഇങ്ങനെ ഒത്തിരി ലാസ്റ്റിംഗ് വാല്യൂസ് ഇതിനകത്തുണ്ട്. കുറച്ച് താൽക്കാലികമായ രസങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. മോഡേൺ വ്യൂസ് ഓഫ് മാരേജ് അത് എംഫസൈസ് ചെയ്യുന്നത് ഇൻഡിവിജ്വാലിറ്റിയാണ്, ഇൻ്റർഡിപ്പെൻഡൻസ് അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത് ഒരു പഴയ കാര്യമാണ്. ഇപ്പം അങ്ങനെ ആരെയും ആശ്രയിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. 2 പേർക്കും വരുമാനമുണ്ട്, 2 പേർക്കും കഴിവുകളുണ്ട്. ഒരാളില്ല എന്ന് വിചാരിച്ച് അടുത്തയാൾക്ക് ഒന്നും പറ്റാനില്ല. ഒരു പുരുഷനില്ല എന്ന് വിചാരിച്ച് സ്ത്രീക്ക് ഒരു പ്രശ്നവും പറ്റാനില്ല. സ്ത്രീ ഇല്ല എന്ന് വെച്ച് പുരുഷനൊന്നും പറ്റാനില്ല. അതുകൊണ്ട് ഇൻ്റർഡിപ്പെൻഡൻസ് അല്ല ആവശ്യം. അപ്പോൾ അതുകൊണ്ട് അവർ പറയും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രീംസ് ആൻഡ് പാഷൻസ് ഒന്നും നടക്കാതെ വരും എന്നൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. ക്രിസ്ത്യൻ മാരേജ് ഈസ് ആൻ ഇൻ്റർഡിപ്പെൻഡൻറ്റ് റിലേഷൻഷിപ്പ്. പരസ്പരം ആശ്രയിച്ച് പോകുന്ന ഒരു ജീവിതമാണ്. അത് ക്രിസ്ത്യ ജീവിതത്തിൽ മാത്രമല്ല കേട്ടോ. ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമ്മളൊരു മനുഷ്യരാണെങ്കിൽ നമുക്ക് പലരുടെയും സഹായം ആവശ്യമാണ്. പലരെയും ആശ്രയിച്ചെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? വിവാഹം കഴിച്ചില്ലെങ്കിലും നമ്മൾ ആരെ ആശ്രയിക്കാനാണ് ജീവിക്കുന്നത്? അല്ല, ഒരു 100 മനുഷ്യരെ ആശ്രയിച്ചെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് വെറും മിഥ്യാധാരണയാണ്. സോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലിവ് ഫോർ ഈച്ച് അതർ
ആൻഡ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ദ ഹോളിസ്റ്റിക് ഗ്രോത്ത് ഓഫ് ദ പാർട്ട്ണർ. അതാണ് ഈ ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്നതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ. പരസ്പര പൂരകം എന്ന് പറഞ്ഞല്ലോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂർത്തിയാക്കുന്ന തുണകളായിട്ട് പ്രവർത്തിക്കുന്നതാണ് ക്രിസ്തീയ കുടുംബത്തിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞാൽ. അവിടെ ഇൻഡിവിജ്വൽസ് അല്ല, ഒരു യൂണിറ്റ് എന്നതിനാണ് വിലയുള്ളത്. മോഡേൺ വ്യൂസ് ഓഫ് മാരേജ് എംഫസൈസ് ഹാപ്പിനെസ് ഓവർ മീനിങ്. സന്തോഷമാണോ അതെയോ അർത്ഥമാണോ, അർത്ഥമുള്ള പർപ്പസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതമാണോ വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോഡേൺ വ്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. ബിബ്ലിക്കൽ വ്യൂവിനെ കുറിച്ച് ഇന്നലെ മനോഹരമായി വിശദമായി നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, 5 കാര്യങ്ങളാണ് മോഡേൺ വ്യൂവിനെ കുറിച്ച് പറഞ്ഞത്. ഒന്നാമത്തേത്, കുടുംബം വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതാണ്. സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, മനുഷ്യൻ്റെ ചില ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്ന സ്ഥാപനമാണ് ഇതൊക്കെ. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് റോൾസ്, ജെൻഡർ റോൾസ്, ഇതൊക്കെ കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. അതിനൊന്നും സ്ഥിരമായിട്ടുള്ള ഒരു പ്രമാണമോ നിയമമോ ഒന്നുമില്ല എന്നുള്ളതാണ് മോഡേൺ വ്യൂ പറയുന്നൊരു കാര്യം. 2, ഇതൊരു അത്യാവശ്യ കാര്യമല്ല. കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തും നടത്താൻ പറ്റും. എന്നാൽ അതിൻ്റെ പറ്റില്ല എന്നുള്ളതാണ് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. പല കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. സ്വാതന്ത്ര്യമില്ലാതെയാക്കുന്നൊരു കാര്യമാണോ? ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ആദ്യം ചിന്തിക്കേണ്ടത്. പിന്നീട് ഒരു കുടുംബത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തികളുടെ കഴിവുകൾ ഇതൊന്നും ഇല്ലാതെ പോവുകയല്ല. അതോറിറ്റി, സബ്മിഷൻ, സാക്രിഫൈസ് എന്നൊക്കെ പറഞ്ഞാൽ അത് മോശം കാര്യങ്ങളല്ല. അതൊക്കെ മനുഷ്യ ജീവിതത്തിന് അർത്ഥം നൽകുന്ന മൂല്യമുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. ഇൻഡിവിജ്വൽ ഫുൾഫിൽമെൻറ്റ് കുടുംബത്തിൽ സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ ഇതൊരു പെർമനൻ്റ് അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. വൺസ് യു ആർ മാരീഡ്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം ഒരുമിപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇത് വേണ്ട എന്ന് വയ്ക്കുന്ന പ്രശ്നം ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക്. പലരും വിചാരിക്കുന്ന അങ്ങനെ ഒരു പുറത്തേക്കൊരു ഓപ്ഷൻ ഉണ്ടെന്നാ. ഇല്ല, ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം, ദൈവഹിതമാണെന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെ പറയണതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ നമ്മൾ ഈ പുറമേയുള്ള ചില ആകർഷണങ്ങളെ കണ്ടിട്ട് എനിക്ക് ഇയാളെ മതി എന്നൊക്കെ തീരുമാനിക്കുന്ന പരിപാടികൾ പാളിപ്പോകുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ആളാണ് എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ പുറമേയുള്ള അട്രാക്ഷൻസ് കണ്ടിട്ടല്ല. അതിന് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, മുൻഗണനകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ ഇതൊരു പെർമനൻ്റ്, ഒരു കവനൻ്റൽ റിലേഷൻഷിപ്പാണ്. ദൈവം ഉപേക്ഷണം വെറുക്കുന്നു. ഉപേക്ഷണം എന്ന് പറയുന്നത് ദൈവം വെറുക്കുന്ന കാര്യമാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള വചനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്.